വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ശ്രീ ഡോക്ടർ എം ആർ തമ്പാൻ സാർ, ബാലേന്ദ്രൻ സാർ, ചെറിയാൻ ഫിലിപ്പ് സാർ, ശ്രീമതി മിനി ഗോപിനാഥ്, പ്രൊഫസർ ഡോക്ടർ എ ജി ഒലീന മാഡം, ഡോക്ടർ അനിൽകുമാർ സാർ, ശ്രീ കെ ജി ബാബുരാജ് സാർ, ഡോക്ടർ രാജാവാര്യർ സാർ, ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ ബി എസ് ബാലേന്ദ്രൻ സാർ എഴുതിയ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശന ചടങ്ങിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രത്യേകത. ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് സാറാണ്. സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനും വേറിട്ട ചിന്തകളിൽ കൂടി സഞ്ചരിക്കുകയും അത് നമ്മുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യുന്ന വേറിട്ടൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഭാരത സമാജിൻ്റെ സഹയാത്രികനാണ്, ബാലേന്ദ്ര സാറിൻ്റെ ആത്മമിത്രമാണ്. അതുപോലെ തന്നെ ഭാരത സമാജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പുസ്തകത്തിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ എം ആർ തമ്പാൻ സാറാണ്, സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്റർ, അതുപോലെ തന്നെ വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ മഹാപ്രതിഭ. അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് സദ്ഭാവന ട്രസ്റ്റ് ഇത്രയധികം പുസ്തകങ്ങൾ വളരെ വേഗത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ നട്ടെല്ലായ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്നത്തെ പുസ്തകത്തിൻ്റെ പേര് കമലാദാസ് മറ്റൊരു മുഖം എന്നുള്ളതാണ്. കമലാദാസ് എന്ന വ്യക്തിത്വത്തെ പറ്റിയുള്ള അനുസ്മരണവും പ്രഭാഷണവും നടത്തുന്നത് പ്രൊഫസർ ഡോക്ടർ എ ജി ഒലീന മാഡമാണ്. മാഡം ഡയറക്ടർ സാക്ഷരതാ മിഷനാണ്, അതുപോലെ തന്നെ അധ്യാപികയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്, സാഹിത്യകാരിയാണ്, രാഷ്ട്രീയ പ്രവർത്തകയാണ്. എല്ലാം പല തരത്തിലും വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമാണ്. മാഡം ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം. ഇനി പുസ്തക പ്രകാശനം നടത്താൻ വരുന്നത് ശ്രീ എം എം ഹസൻ സാറാണ്. അദ്ദേഹം എത്തിയിട്ടില്ല, ഉടനെ തന്നെ എത്തും. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീമതി മിനി ഗോപിനാഥാണ്, സാഹിത്യകാരിയാണ്, കവയിത്രിയാണ്. മാഡത്തെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തക പരിചയം നടത്തുന്ന ഡോക്ടർ രാജാവാര്യർ സാറാണ്. അദ്ദേഹം ഗ്രന്ഥകാരനാണ്, നാടക പ്രവർത്തകനാണ്, അതുപോലെ തന്നെ സദ്ഭാവന ട്രസ്റ്റ് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം അതിൻ്റെ ഒരു കുടുംബാംഗം തന്നെയാണ്. മിക്കവാറും എല്ലാ പുസ്തകങ്ങളിൽ കൂടെ അദ്ദേഹം പോകാറുള്ളതാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ആശംസകൾ നേരുന്നതിൽ ഒരാൾ ഡോക്ടർ ആർ അനിൽകുമാർ സാറാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ റിട്ടയർഡ് പ്രൊഫസറാണ്. അത് മാത്രമല്ല ഭാരത സമാജിൻ്റെ ഒപ്പം മുമ്പേ പറഞ്ഞ പോലെ സഹയാത്രികനാണ്, ബാലേന്ദ്രൻ സാറിൻ്റെ മിത്രമാണ്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് കൂടുതലും ഫോറസ്ട്രി ബോർഡുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്ത ശ്രീ കെ ജി ബാബുരാജ് സാർ, ഗാന്ധി ഭാരതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ ഗ്രന്ഥകർത്താവ് നമ്മുടെ സദ്ഭാവന ട്രസ്റ്റിൻ്റെയും ഭാരത സമാജിൻ്റെയും ചെയർമാനായ ബി എസ് ബാലേന്ദ്രൻ സാറാണ് ഇന്നത്തെ ഗ്രന്ഥകർത്താവ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഭാരത സമാജിൻ്റെ പ്രവർത്തനങ്ങൾ പോലെ തന്നെ സദ്ഭാവന ട്രസ്റ്റും ഇത്രയും ഭംഗിയായി ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നേതൃത്വം പാഠവും കൊണ്ട് തന്നെയാണ്. നമ്മളെ എല്ലാവരെയും തന്നെ ഇതിൻ്റെ പ്രവർത്തകരെ ഒരു ടീമായി കൊണ്ടുപോകാനും അതുപോലെ തന്നെ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ വേണ്ട സമയത്ത് നൽകാനും പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് അവലോകനം ചെയ്യാനുള്ള ഒരു കഴിവും അതുപോലെ തന്നെ വേണ്ടുന്ന സഹായങ്ങൾ നമുക്ക് നൽകാനുള്ള ഒരു സന്മനസ്സും കൊണ്ടാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും ഇത്രയും ഭംഗിയായി പോകുന്നത്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ ഏകദേശം 2 വർഷത്തോളമായിട്ടുള്ളൂ സദ്ഭാവന ട്രസ്റ്റ് ഈ പുസ്തക പ്രസാദന രംഗത്ത് എത്തിയിട്ടുള്ളത്. ഏകദേശം 500-ലധികം പുസ്തകങ്ങൾ ഈ 2 വർഷത്തോളം പൂർത്തിയായി കഴിഞ്ഞു. ഈ വർഷം കൊണ്ട് 1000 പുസ്തകം തയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. ഇനിയും 3-4 മാസം ഉള്ളതുകൊണ്ട് അത് നടക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഇന്ന് നമുക്കറിയാം, ഈ ബാലേന്ദ്ര സാറിനെ പറ്റി പറയുമ്പോൾ
അദ്ദേഹം എഴുത്തുകാരനായി മാറിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീ മഹാരാമായണം എന്നുള്ളൊരു പുസ്തകം ഒരുപക്ഷെ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും മികച്ച രാമായണമായി മാറുമെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെ ഒരു രാമായണം ഇന്ന് നമ്മുടെ എവിടെയും അങ്ങനെ ഒരു രാമായണം, ഇത്രയധികം രാമായണങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു രാമായണം നിലവിലില്ല. ഞാൻ ആ പുസ്തകം ഏകദേശമല്ല, ഞാൻ മുഴുവൻ വായിച്ചതാണ്. കാര്യം അതിൻ്റെ ഒരു ഫൈനൽ നോട്ടം എന്ന നിലയിൽ വായിച്ചതാണ്. വളരെ വ്യത്യസ്തമായൊരു രാമായണം. എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാമായണത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള സീതയും രാമനും രാവണനും ഇതൊന്നുമല്ല അതിനകത്തെ കാര്യങ്ങൾ. അതിനകത്ത് ഓരോ കഥകളും ഉപകഥകളും ധാരാളം കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും വിപുലമായ ഒരു ഗ്രന്ഥം എഴുതാൻ കഴിഞ്ഞ അദ്ദേഹത്തിന് ധാരാളം പുസ്തകങ്ങൾ ഇനിയും എഴുതാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. സദ്ഭാവന ട്രസ്റ്റ് സത്യത്തിൽ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 122 പുസ്തകങ്ങളുടെ പണിപ്പുരയിലാണ്. അതായത് മഹത്തായ വ്യക്തിത്വങ്ങളെയും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ വ്യക്തിത്വങ്ങൾ, അതുപോലെ നമുക്ക് സംഭാവനകൾ തന്നിട്ടുള്ള പല മേഖലകളിലുള്ള വ്യക്തിത്വങ്ങളെയാണ് ഓരോ പുസ്തകത്തിലും പ്രതിപാദിക്കുന്നത്. അത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം നെഹ്റുവിനെ പറ്റിയുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ മാധവിക്കുട്ടിയാണ്. അതുപോലെ തന്നെ ഇനി ഇന്ദിരാഗാന്ധി, മഹാത്മാഗാന്ധി, സർദാർ പട്ടേൽ, മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അങ്ങനെ ധാരാളം ഭരിക്കുന്ന പല മേഖലകളിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 122 പുസ്തകങ്ങളുടെ പണിപ്പുരയിലാണ് അദ്ദേഹം എന്നുള്ളത് ഓർക്കുമ്പോൾ അങ്ങേയറ്റം സന്തോഷം തോന്നുകയാണ്. നമുക്കറിയാം ഞാനിവിടെ രാമായണത്തെ പറ്റി പറഞ്ഞു, ഏറ്റവും മഹത്തായ ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ രാമായണമെന്ന്. പക്ഷേ സാറിനോട് ചോദിക്കുമ്പോൾ സാർ അപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭരണഘടനയാണ്, ഇന്ത്യൻ ഭരണഘടനയാണ് ഏറ്റവും മഹത്തായ ഗ്രന്ഥം എന്നുള്ളത്. കാര്യം അതിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയും ബൗദ്ധികമായും അത്രയും ചിന്തിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് അത്. അതുകൊണ്ട് ഏറ്റവും വലിയ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ബാലേന്ദ്രൻ സാർ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എന്നാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇത് ഭരണഘടന ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുള്ള 256 ബുദ്ധിജീവികൾ ചേർന്നിരുന്നതിനാണ് ആ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരാളുടെയോ 2 പേരുടെയോ കഴിവല്ല. അത്രയും പേര് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അത്രയും 256 പേർ ചേർന്നുണ്ടാക്കിയ പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടന. ആ 256 പേരെ പറ്റിയും പുസ്തകം എഴുതണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സദ്ഭാവന ട്രസ്റ്റ് അതിനും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ ഒരു 100-500 പുസ്തകങ്ങളോളം നിലവിൽ എഴുതി വരാനായിട്ട് സദ്ഭാവന ട്രസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് അത് സാധിക്കുമെന്ന് നമുക്കറിയാം. അതെല്ലാം തന്നെ ചെറിയ ബുക്കുകളാണ്, അല്ലാതെ വളരെ വലിയ, ഇപ്പം മാധവിക്കുട്ടി പ്രകാശനം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം, ചെറിയ പുസ്തകമാണ്, നമുക്ക് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റുന്ന പുസ്തകം. അതുപോലെയുള്ള പുസ്തകങ്ങളാണ് എല്ലാവരും. കാര്യം ഈ പലരെ പറ്റി നമുക്കൊരു വിജ്ഞാനം ഇല്ല എന്നുള്ളത് തന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് നെഹ്റു ആര് ഗാന്ധി ആരെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും പറ്റിയുള്ള ഒരു ചെറിയ പുസ്തകം പെട്ടെന്ന് വായിച്ച് കുട്ടികൾക്കായാലും നമുക്കായാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകം. നെഹ്റുവിൻ്റെ പുസ്തകം ഞാൻ വായിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ആദ്യം നെഹ്റുവിൻ്റെ പുസ്തകം നമുക്ക് നെഹ്റു എന്ന് പറയുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാട് ഇന്നൊക്കെ ആയിരിക്കും അതിനകത്തുള്ളത്. പക്ഷേ സാറിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് 400 നെഹ്റു വചനങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളാരും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ് അങ്ങനെ ആ ഒരു ലെവലിലുള്ളൊരു പുസ്തകം. അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ഈ ഓരോന്നും വരുന്നത്. ധാരാളം മെനക്കെട്ട് ബുദ്ധിമുട്ടിയിരുന്ന് ചെയ്യുന്ന പുസ്തകങ്ങളാണ് അതെല്ലാം തന്നെ. വലിയ പുസ്തകങ്ങൾ എന്ന നിലയിൽ വരുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ശ്രീ മഹാരാമായണവും അതുപോലെ തന്നെ ശ്രീ മഹാനാരായണം, അതുപോലെ ശ്രീ മഹാഗണേശം, ഈ 3 പുസ്തകങ്ങളാണ് ആധ്യാത്മികം ചിന്തയിലുള്ളതാണ് 3. ഇത് 3മാണ് ബൃഹത് പുസ്തകങ്ങളായി വളരെ വലിയ പേജുകളായി വരുന്നത്. ബാക്കി പറഞ്ഞ പുസ്തകങ്ങളെല്ലാം തന്നെ ചെറിയ പുസ്തകങ്ങളായിരിക്കും. ഇങ്ങനെ ഈ പുസ്തകങ്ങളെല്ലാം തന്നെ സദ്ഭാവന ട്രസ്റ്റിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചപോലെ അങ്ങേറ്റം സന്തോഷത്തോടെയാണ് സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. സാറിൻ്റെ മേശപ്പുറം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കയറിയിട്ടുള്ളവർക്ക് കാണാം, പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സാറിനെ കാണാൻ മേലാത്ത പോലെയാണ് ഇപ്പോൾ അവിടെ പുസ്തകങ്ങളിരിക്കുന്നത്. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഇതൊന്ന് എടുത്ത് മാറ്റി വെച്ചാലോ എന്ന്. പക്ഷേ പുസ്തകങ്ങൾ തുറന്നു നോക്കുമ്പോൾ നമുക്കറിയാം അതൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല, അത് അവിടെ തന്നെ ഇരുന്നാലേ പറ്റുള്ളൂ. അത്രയ്ക്കും വ്യത്യസ്തമായ പുസ്തകങ്ങളും സാറ് എഴുതിയ പുസ്തകങ്ങളും സാറിൻ്റേതായ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളും സാറ് വായിക്കുന്ന പുസ്തകങ്ങളും, ഇത്രയധികം പുസ്തകങ്ങൾ വായിക്കാൻ സത്യത്തിൽ എപ്പോഴാണ് സമയം കിട്ടുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ പല ഭാരവാഹിത്വങ്ങളുടെ ഇടയിൽ കൂടി ഈ പുസ്തകങ്ങളെല്ലാം എങ്ങനെയാണ് വായിക്കുക? അതും ചെറിയ ചെറിയ ലൈറ്റ് റീഡിങ് പുസ്തകങ്ങളല്ല ഒന്നും തന്നെ എന്നുള്ളതാണ്. മഹത്തായ സന്ദേശങ്ങളും അതുപോലെ മഹത്തായ വിഷയങ്ങളും കൈകാര്യം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങളാണ് ഇവ ഓരോന്നും തന്നെ. ആ നിങ്ങൾ കയറിയിട്ടുള്ളവർക്കെല്ലാം അറിയാം എങ്ങനെയാണ് ആ മേശപ്പുറം ഇരിക്കുന്നത്. അത്രയും ഇപ്പം പുസ്തക രചനാ രംഗത്തേക്ക് അദ്ദേഹം മാറിയിരിക്കുകയാണ്. സദ്ഭാവന ട്രസ്റ്റ് അങ്ങേയറ്റം സന്തോഷത്തോടെ ഈ പുസ്തകങ്ങളെല്ലാം തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുകയാണ്. ഇന്നത്തെ ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ അതും നമുക്കറിയാം, മാധവിക്കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം കവയിത്രിയായ മാധവിക്കുട്ടി, അല്ലെങ്കിൽ ഇച്ചിരി കോൺട്രവേഴ്സ്യലായിട്ട് സംസാരിക്കുന്ന മാധവിക്കുട്ടി എന്നുള്ളതാണ്.
പക്ഷേ ഇതിൽ അതല്ല പറയുന്നത്. മാധവിക്കുട്ടിയുമായി ഒത്തുചേർന്നുണ്ടായിരുന്ന പ്രവർത്തന രംഗമാണ് ഇതിനകത്ത് കൂടുതലായും വിശദീകരിക്കുന്നത്. ഫോറസ്ട്രി ബോർഡ് എങ്ങനെയാണ് വന്നതെന്നും ഫോറസ്ട്രി ബോർഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നതെന്നും അതെങ്ങനെ കൊണ്ടുപോയി എന്നുള്ളതും ഇവർ തമ്മിൽ എങ്ങനെയാണ് ഒത്ത് പ്രവർത്തിച്ചിരുന്നുള്ളതും അതിൻ്റെ പരിസമാപ്തിയും എല്ലാമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ കാണാത്ത വേറൊരു മാധവിക്കുട്ടി തന്നെയാണ് ഇതുപോലെ എന്താ പറഞ്ഞേ മറ്റൊരു മുഖം തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ് പലതും കേട്ടിട്ടുണ്ടെങ്കിലും പുസ്തകത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു മാധവിക്കുട്ടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പുസ്തകത്തിൽ കൂടെ. അതുപോലെ സാറിൻ്റെ സംഭാഷണങ്ങൾ കൂടെ വന്നിട്ടുള്ള പല പല വ്യക്തിത്വങ്ങൾ, PN മണിക്കർ സാറായാലും PT ഭാസ്കര പണിക്കർ സാറായാലും അവരെല്ലാം തന്നെ ഈ പുസ്തകങ്ങൾ കൂടെ നമ്മുടെ മുമ്പിൽ എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി പ്രസാധക എന്ന നിലയിൽ സദ്ഭാവന ട്രസ്റ്റിന് സന്തോഷമുണ്ട് പ്രസിദ്ധീകരിക്കുക എന്ന സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. ഈ ഇന്നത്തെ ചടങ്ങിൽ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ ചടങ്ങിന് നന്ദി പറയുന്നത് സിന്ധു സുരേഷാണ്, പബ്ലിക്കേഷൻ ഓഫീസർ സദ്ഭാവന ട്രസ്റ്റ്. സിന്ധുവിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വ്യക്തിയും, ഓരോ സാഹിത്യ സ്നേഹികളും, അതുപോലെ തന്നെ സാറിൻ്റെ സുഹൃത്തുക്കളും പരിചയക്കാരും സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗോവൻ സാറുണ്ട്, തന്നെ സാറിൻ്റെ സഹോദരൻ ഇവിടെയുണ്ട്, ഗോവൻ സാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തപ്പോൾ മുഖ്യപ്രഭാഷണം നടത്തുന്നതായി ഡോക്ടർ MR തമ്പാൻ സാറിനെ ക്ഷണിക്കുന്നു. ശ്രീ ബാലേന്ദ്രൻ, ഞങ്ങളുടെയൊക്കെ അനുജനായ ചെറിയൻ ഫിലിപ്പ്, ശ്രീമതി മിനി ഗോപിനാഥ്, ഡോക്ടർ ഒലീന, അനിൽകുമാർ, ശ്രീ ബാബുരാജ്, ഡോക്ടർ രാജവാര്യർ, മാന്യ സുഹൃത്തുക്കളെ, ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന ഈ കൃതി മാധവിക്കുട്ടിയുടെ ജീവിതത്തെയോ സാഹിത്യ സംഭാവനകളെയോ കഥകളെയോ കവിതകളെക്കുറിച്ചുള്ള ഒരു വിശകലനവും പഠനവുമല്ല, മറിച്ച് മാധവിക്കുട്ടിയുടെ മറ്റൊരു മുഖം ഇവിടെ അനാവരണം ചെയ്യുകയാണ്. പരിസ്ഥിതി സംരക്ഷക എന്ന നിലയിൽ, സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ CSDTയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു. അവരോടൊപ്പം പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്, ബാലേന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. അപ്പം ബാലേന്ദ്രന് മാധവിക്കുട്ടിയുമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഓർമ്മകൾ, മെമ്മേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇത് വളരെ ആകർഷകമായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം എടുത്ത് അവതരിപ്പിക്കുന്നത്, അതും ചെറിയ പുസ്തകമായി അവതരിപ്പിക്കുന്നത് വളരെ സമയുതമായെന്നാണ് എൻ്റെ അഭിപ്രായം. മാധവിക്കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ വലിയ സിന്ദൂര പൊട്ടിട്ട് സ്വർണത്തിൻ്റെയും പട്ടിൻ്റെയൊക്കെ ആഭരണങ്ങളൊക്കെ അറിഞ്ഞ കേരളം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ചത് വിവാദപരമായ പ്രസ്താവനകളിലൂടെയാണ്. നമ്മൾ സമൂഹം അംഗീകരിക്കുന്ന സദാചാരം ഞാൻ അംഗീകരിക്കില്ല എന്നൊരു പരസ്യമായി പറഞ്ഞാണ്. അത് പറഞ്ഞതിനൊരു പ്രത്യേക കാരണവുമുണ്ട്. കാരണം ഒരു സാഹിത്യകാരന്, ഒരു സാഹിത്യകാരിക്ക് ഏത് കാര്യത്തിലും വ്യക്തമായൊരു നിലപാടുണ്ടായിരിക്കണം, ഒരു ജീവിത വീക്ഷണമുണ്ടായിരിക്കണം. മാധവിക്കുട്ടിക്ക് അതുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഈ സദാചാരം, നമ്മൾ പടുത്തുയർത്തുന്ന പ്രകീർത്തിക്കുന്ന ഈ സദാചാരം എന്ന് പറയുന്നത് ഉടലിനെ, പെൺശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള, നേരത്തെ പറഞ്ഞ പോലെ വളരെ അലങ്കരിച്ച ഈ ഉടല് ഒരു ദിവസം ജനിച്ചാൽ ഒരു ദിവസം മരിക്കും. അന്ന് ജീർണിച്ച് പഴകി നാറി പുഴുവരിക്കുന്ന ഈ ശരീരമാണ് സദാചാരത്തിൻ്റെ അടിത്തറ. അത് ഞാൻ അംഗീകരിക്കുന്നില്ല. ശാശ്വതമായ മറ്റൊന്നുണ്ട്, അത് ഈ ശരീരത്തിനുള്ളിലുള്ള ആത്മാവാണ്, അത് നിത്യമാണ്. അതിൻ്റെ നഗ്നതയാണ് ഞാൻ അനാവരണം ചെയ്യുന്നതെന്ന് അവർ തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി അത് വെറും കാപട്യമാണെന്നാണ് മാധവിക്കുട്ടി പറയുന്നത്. അത് വെറുതെ പടുത്തുയർത്തിയ, മധ്യവർഗക്കാർ പടുത്തുയർത്തിയ ഒരു സദാചാരമാണ്. ആ കാപട്യത്തെ അവർ പിച്ച് ചീന്തി പുറത്താക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ സമൂഹത്തെക്കുറിച്ച് അവരുടെ ഒരു കാഴ്ചപ്പാട്, സമൂഹമെന്ന് പറയുന്നത് ഏതാണ്ട് ഈ കള്ളന്മാരുടെ, അമ്പലം വിഴുങ്ങികളുടെ, ചൂഷകന്മാരുടെ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവരുടെ എല്ലാ തിന്മകളുടെയും കേന്ദ്രമാണ് ഈ സമൂഹമെന്നും ആ സമൂഹത്തെ വിരൂപിയായ ഒരു മുത്തശ്ശി ഒരു കരിമ്പടം കൊണ്ട് മൂടിയിരിക്കുകയാണ്. ആ കരിമ്പടത്തിനുള്ളിൽ കിടക്കാൻ എന്നെ കിട്ടില്ല, എനിക്ക് സ്വതന്ത്രമായി വിഹരിക്കണം, എനിക്ക് കാപട്യമില്ല, ഞാനുള്ളത് സത്യങ്ങൾ, നഗ്ന സത്യങ്ങൾ
നിങ്ങൾ തുറന്നു പറഞ്ഞു എന്ന ഒരു ജീവിത വീക്ഷണം അതിലുണ്ട്. ഞാൻ മാധവിക്കുട്ടി തന്നെ എഴുതിയിട്ടുണ്ട്, എൻ്റെ കഥയുടെ പ്രമേയം എന്ന് പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ്. അനുഭവങ്ങളുടെ ചിത്രീകരണമാണ് എൻ്റെ കഥകളും നോവലുമെല്ലാം. പക്ഷേ ആ ചിത്രീകരണം എന്നത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ ഞാനൊരു ഉന്മാദിനിയായി മാറുന്നു. എൻ്റെ കഥകൾ പലതും ആ ഉന്മാദത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ആ ഉന്മാദത്തിൽ എൻ്റെ ഭാവനയിലുള്ളത് കാണും, യാഥാർത്ഥ്യങ്ങളുള്ളത് കാണും. എൻ്റെ കഥയിൽ തന്നെ പറഞ്ഞിട്ടുള്ള പരപുരുഷന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവർ എന്നെ പിന്നൊരവസരത്തിൽ പറഞ്ഞു, അതെല്ലാം എൻ്റെ ഭാവനാ സൃഷ്ടികളാണ്. അപ്പോൾ എഴുത്തിനെ ഒരു ഉന്മാദമാക്കിയ സാഹിത്യകാരൻ, അവരുടെ ഉന്മാദത്തെയും അവരുടെ യാഥാർത്ഥ്യത്തെയും തിരിച്ചറിയാൻ പറ്റാത്ത സമൂഹം അവരെ പല രീതിയിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവർ നിലകൊണ്ടത്. ഒരു ബാല്യത്തിൽ അച്ഛൻ്റെയോ അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെയോ മകൻ്റെയോ ആരുടെയും ഇതിലില്ലാതെ സർവതന്ത്ര സ്വതന്ത്രമായി, അത് അവരുടെ ചിന്തയാണ്. ആ ചിന്തയിൽ നിന്ന് ഉണ്ടായി. ഇതിനെല്ലാം അതീതമായി മാധവിക്കുട്ടിയുടെ കൃതികൾ ഒരൊറ്റ പദത്തിൽ പറയാമെങ്കിൽ അത് സ്നേഹമാണ്. സ്നേഹത്തിന് വേണ്ടിയാണ് അവർ നിലകൊണ്ട്, സ്നേഹത്തിന് വേണ്ടിയാണ് ഉള്ളത്. പലപ്പോഴും അവർക്കത് കിട്ടിയില്ല. പക്ഷേ മാധവിക്കുട്ടിയുടെ സ്നേഹത്തെ പലരും മാംസബദ്ധമായ പ്രക്രിയയായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിനതീതമായിരുന്നു അവരുടെ സ്നേഹം. മാധവിക്കുട്ടി തന്നെ എഴുതിയിട്ടുണ്ട്, നീല ഷർട്ടിട്ട കാലം കുടയുമായി വരുന്ന പ്രായം ചെന്ന മാഷിനെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. ആ മാഷ് എന്നെ തലോടുന്നതും ആശ്ലേഷിക്കുന്നതും കളിവാക്കുകൾ പറയുന്നതും അതൊന്നുകൂടി സംഭവിച്ചെന്നെങ്കിൽ എന്ന് ഞാൻ ആ മാഷിന് സ്വപ്നം കാണും. അപ്പം നമ്മുടെ സ്നേഹത്തിന് പ്രായമില്ല, കാലമില്ല, അതിനെല്ലാം അതീതമായിട്ടുള്ള സ്നേഹം മാംസബദ്ധം മാത്രമല്ല. അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹമുണ്ട്, സഹോദരനോടുള്ള സ്നേഹമുണ്ട്. അങ്ങനെ വിശാലാർത്ഥത്തിൽ സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ നിന്നും സ്നേഹിക്കും ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കും ജനത്തെയും എന്ന് പാടിയ ആശാനെ പോലെ സ്നേഹത്തിന് വേണ്ടി ജീവിച്ചിട്ടുള്ളത്. ഒരൊറ്റ മതമുണ്ട് ഉലകിനുയരാൻ പ്രേമമതമെന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതോട്ടും പാർവണ ശശിബിംബം എന്ന് ഉള്ളൂർ പാടിയതിനേക്കാളും എല്ലാം അതീതമായി സ്നേഹത്തിന് പുതിയ അർത്ഥതലങ്ങൾ കൊടുത്ത കവയിത്രിയാണ്. ഞാൻ ഇന്നത്തെ നമ്മുടെ വിഷയം മാധവിക്കുട്ടിയുടെ സാഹിത്യ സംഭാവനകളല്ല, അവർക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു, മറ്റൊരു പ്രവർത്തന മണ്ഡലം കൂടി ഉണ്ടായിരുന്നു. അത് പരിസ്ഥിതി സംരക്ഷണത്തിലാണ്. ഫോറസ്ട്രി ബോർഡ് രൂപീകരിച്ച് ആ രൂപീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ബ്രെയിനും അത് പ്രാവർത്തികമാക്കിയതും കാടില്ലെങ്കിൽ ഭാരതമുണ്ടോ, കാടില്ലെങ്കിൽ കേരളമുണ്ടോ, കാടില്ലെങ്കിൽ മനുഷ്യനുണ്ടോ, ഈ ഭൂമിയുണ്ടോ എന്നൊക്കെ ഈ നാടുംപാടും ബോധയാത്ര നടത്തി പാടി നടക്കുന്നതിന് നേതൃത്വം നൽകിയില്ല. മാധവിക്കുട്ടിയോടൊപ്പം എന്ന് പറയുന്നതാണോ ശരി, ബാലേന്ദ്രനോടൊപ്പം മാധവിക്കുട്ടി ഉണ്ടാകുമെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അവരുണ്ടായിരുന്നു. ആദ്യമായി കേരളത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഫോറസ്ട്രി ബോർഡാണ്. അത് ബാലേന്ദ്രൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉടലെടുത്തതാണ്. ബോധയാത്ര നടത്തിക്കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന് നടത്തിക്കൊണ്ട് ഏറെ പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇവിടെയുള്ള അനിൽകുമാറും അനിയനുമൊക്കെ അന്ന് MMSനുമൊക്കെ ഇതിൽ ഇവരൊക്കെ പ്രത്യക്ഷമായിട്ടും ഒക്കെ പരോക്ഷമായിട്ടും സഹകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആദ്യമായിട്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരു അവാർഡ് കിട്ടുന്നത്, ഒരു പുരസ്കാരം കിട്ടുന്നത്, ദേശീയ തലത്തിലൊരു പുരസ്കാരം വൃക്ഷമിത്ര കിട്ടുന്നത് ഫോറസ്ട്രി ബോർഡിനാണ്. അന്നത് സ്വീകരിക്കാൻ പോയത് ഇവർ രണ്ടുപേരുമാണ്, മാധവിക്കുട്ടിയും ബാലേന്ദ്രനും കൂടിയാണ് അത് സ്വീകരിക്കാൻ പോയത്. ആ സ്വീകരിക്കാൻ പോയി ഇത് വന്നെങ്കിലും എനിക്ക് ബാലേന്ദ്രനോട് ഒരു പരിഭവമുണ്ട്, അന്നുണ്ടായിരുന്ന പരിഭവമാണ്. അത് എപ്പോഴും തുറന്നു പറയുന്നതിൽ എനിക്ക് മടിയില്ല. കാരണം ഫോറസ്ട്രി ബോർഡ് എന്ന ആശയം ബാലേന്ദ്രൻ്റെയാണ്. പക്ഷേ ആശയത്തിന് പ്രചാരം കൊടുത്തത് മാധവിക്കുട്ടിയാണ്. മാധവിക്കുട്ടി ചെയർപേഴ്സൺ ആയതോടുകൂടിയാണ് തന്നെ എമ്പാടും പബ്ലിസിറ്റി ഉണ്ടായത്. പിന്നെ അവരുടെ ശൈലിയിലുള്ള കൊഞ്ചൽ ശൈലിയിലുള്ള സംഭാഷണങ്ങൾ പത്രക്കാർക്കും ജനങ്ങൾക്കും എല്ലാം ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അവർ സജീവമായി ഇതിൽ ഇടപെട്ട് നമുക്ക് അവാർഡ് നേടിത്തന്നോ, വർഷമെത്രയ്ക്ക് അതിനും അതീതമായിട്ട് ഗ്രാൻഡ് നേടിത്തന്നോ, അതിലൊക്കെ നിർണായക പങ്ക് അവർ വഹിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനത്തിൽ ബാലേന്ദ്രന് പോലും ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാനാവില്ല. പക്ഷേ എന്തുകൊണ്ടോ അവരെ മാറ്റി സരസ്വതി കുഞ്ഞുകൃഷ്ണനെ ചെയർപേഴ്സൺ ആക്കുന്നതിന് മുൻകൈ എടുത്തത് ബാലേന്ദ്രനാണ്.
എന്തിനു വേണ്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. മാധവിക്കുട്ടിയുടെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടായിട്ടാണ് മാറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കൊല്ലംകാരനായ എനിക്ക് സരസ്വതി കുഞ്ഞികൃഷ്ണനുമായിട്ട് കുടുംബ ബന്ധമാണുള്ളത്. പക്ഷേ ആ കാലത്ത് ഞങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെയുള്ള ചർച്ച വരുമ്പോൾ ഇത്രയും ചില വൈശാലിയെ തടഞ്ഞതുപോലെ ഇത്രയും പ്രവർത്തിച്ചവരെ എന്തിന് തടഞ്ഞത് തെറ്റായിപ്പോയി എന്നൊരു തോന്നുന്നു. തടയപ്പെടാനുള്ള കാരണം ബാലേന്ദ്രനെ ഈ കൃതിയിൽ എനിക്കുണ്ട്. എൻ്റെ കൂടുള്ളവർ ഒരു ചുതിയിൽ കള്ളച്ചുതിയിൽ വീഴ്ത്തിയതിൽ പറ്റിയ ഒരു അബദ്ധമാണ് എന്നുണ്ട്. അതായത് ആത്മവിമർശനം നല്ലതാണ്. അതുപോലെ തന്നെ CSDT കുറിച്ച് CSDT ഇതിന് രണ്ടിനും നമ്മുടെ KPC ഓഫീസിൽ ഓഫീസുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ KPC ഓഫീസിൽ പോകുന്ന സമയത്തിടയ്ക്ക് PK ഗോപാലകൃഷ്ണൻ സാറുമായിട്ടുള്ള അടുപ്പം ബാലേന്ദ്രനുമായിട്ടുള്ള അടുപ്പമുള്ളതുകൊണ്ട് ചിലത് ഇതിലൊന്നും സജീവമായിട്ടില്ലെങ്കിലും അന്ന് കയറിയ ഇതിൻ്റെ എല്ലാ നീക്കങ്ങളുമായിട്ട് വളരെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലേന്ദ്രൻ ഒരുപാട് പ്രസ്ഥാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ന്യൂനത കൂടിയുണ്ട്. CSDT ഇന്ത്യയിലെ തന്നെ മാർഗദീപമായിട്ടുള്ള പ്രസ്ഥാനമായിട്ട് നമ്മുടെ സാമ്പത്തിക പ്രസ്ഥാനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ PK ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ബാലേന്ദ്ര സെക്രട്ടറിയാണ്. എങ്ങനെയോ അത് നിലച്ചു. അതിന് ഞാൻ ആരിലും കുറ്റം കണ്ടെത്തുന്നില്ല. അത് നിലച്ചതിനേക്കാൾ എനിക്ക് വിഷമം സോഷ്യൽ ഫോറസ്ട്രി ഇതിലാണ്. അത് ഇവരെ മാറ്റുന്ന ആ ഒരു സംരംഭം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇന്നും അത് കണ്ടേനെയായിരുന്നു. എനിക്കിത് പറയുന്നതിനുള്ളൊരു കാരണം കൂടിയുണ്ട്. കാരണം ഞാൻ ലേഖനം എഴുതിയിട്ടുള്ളപ്പോൾ അതുപോലെ തന്നെ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരു സമിതി ഉണ്ടായത് കേരളത്തിലാണ്. കേരളത്തിലത് സാഹിത്യകാരന്മാരാണ് അതിനെ മുൻകൈ എടുത്തതും അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പിറവിയെടുത്തതെന്നും പറയാറുണ്ട്. ലേഖനം എഴുതിയിട്ടുണ്ട്. ആ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ചെയർമാൻ NV കൃഷ്ണവാര്യരും സെക്രട്ടറി സുഗതകുമാരിയുമായിരുന്നു. പക്ഷേ ചരിത്ര സത്യം വേറെയാണ്. സോഷ്യൽ ഫോറസ്ട്രി ബോർഡാണ്. അതുപോലെ തന്നെ ആദ്യമായി ദേശീയ തലത്തിൽ നിന്ന് വൃക്ഷമിത്ര പുരസ്കാരം ലഭിക്കുന്നത് സുഗതകുമാരി ടീച്ചറിനാണെന്ന് ടീച്ചറിൻ്റെയും മുമ്പിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ടീച്ചറിനും അറിയാം, എനിക്കും അറിയാം, ഫോറസ്ട്രി ബോർഡാണ് ആദ്യം ഈ അവാർഡിന് അർഹതയായത്. പക്ഷേ ഫോറസ്ട്രി ബോർഡിന് അംഗീകാരം കിട്ടാതെ പോയത് എവിഡൻസ് ഇല്ലായിരുന്നു. കാരണം എന്തിനും എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയുന്നതിന് ഒരു ന്യായീകരണമുണ്ട്. ഇന്നിപ്പോൾ ഇതായ ഒരു എവിഡൻസ് ഉണ്ടായി. ഈ കൃതിയുടെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്ന ഇതാണ്. ഫോറസ്ട്രി ബോർഡ് എന്നൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി കുറേ ആളുകൾ പ്രവർത്തിച്ചിരുന്നു. അവർക്ക് വൃക്ഷമിത്ര അവാർഡ് കിട്ടിയിരുന്നു. അകാലത്തിൽ അത് മരണമടഞ്ഞെങ്കിലും അതൊരു ചരിത്ര സത്യമാണ്. ആ ചരിത്ര സത്യത്തിന് ആദ്യമായി അവാർഡ് വാങ്ങിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെയുള്ള ഒരു എവിഡൻസ് സൃഷ്ടിക്കാൻ കഴിയും. നമ്മൾ മലയാളികൾ സാധാരണ ഇത് ചെയ്യുന്നതല്ല. എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാക്കുന്ന സായിപ്പന്മാരെ പോലെ എവിഡൻസ് ഉണ്ടാക്കുന്ന, പക്ഷേ അത് വേണം, പ്രത്യേകിച്ചും പ്രസ്ഥാനങ്ങളുടേതാവും. ആ ഒരു സവിശേഷത മറ്റ് പല സവിശേഷതകളോടൊപ്പം ഈ സവിശേഷതയാണ് എനിക്ക് എടുത്ത് കാണിക്കുവാനുള്ളത്. അതുപോലെ ഒരു നിർദ്ദേശം കൂടി വെച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കാൻ പറഞ്ഞ സമയമാകുന്നു. ഒന്ന്, കാൻഫെഡ് ബാലേന്ദ്രൻ, അത് ആരുടെ സൃഷ്ടി എന്ന് ഞാൻ പറയുന്നില്ല, പണിക്കർ സാറിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നുണ്ട്, NVയുടെ, അതുപോലെ ഭാസ്കർ പണിക്കർ സാറിൻ്റെ, അവരുടെയൊക്കെ കൂട്ടായ ഒരു സൃഷ്ടിയാണ് കാൻഫെഡ്. ആ കാൻഫെഡിന് ഏറ്റവും സജീവമായി ഉണ്ടായിരുന്നത് ബാലേന്ദ്രനാണ്. പക്ഷേ ആ കാൻഫെഡ് പിന്നെ VK സുകുമാരനാരും അതുപോലെ തെങ്ങുമും ഒക്കെ ചേർന്ന് 2 ഗ്രൂപ്പായി അവർ കോടതിയിലായി. അത് ചരമമടഞ്ഞു. ആ ചരമമടഞ്ഞ കാൻഫെഡിനെ പുനരുജ്ജീവിപ്പിക്കാൻ ബാലേന്ദ്രന് കഴിഞ്ഞു. ബാലേന്ദ്രൻ അത് പുനരുജ്ജീവിപ്പിച്ചത് ബാലേന്ദ്രൻ എന്തെങ്കിലും പബ്ലിസിറ്റി കിട്ടാനോ BSS എന്തെങ്കിലും നേട്ടം കിട്ടാനോ ഒന്നുമല്ല. കാരണം ബാലേന്ദ്രന് NVയോടും PTBയോടും ഉള്ള ആദരവ്, ഒരുപക്ഷെ പണിക്കർ സാറിനോടുള്ളതിനേക്കാൾ കൂടുതലുള്ള ആദരവ് എനിക്കറിയാം. ആ ആദരവിൻ്റെ സൂചകമായിട്ടാണ് അത് പുനരുജ്ജീവിപ്പിച്ചത്. അതുപോലെ മാധവിക്കുട്ടിയോടുള്ള ആദരവിനോട്, മാധവിക്കുട്ടി സ്വന്തം മകനെ പോലെ, മോനുവിനെ പോലെ ആണ്, നാലപ്പാടിനെ പോലെയാണ് ബാലേന്ദ്രനെ സ്നേഹിച്ചിരുന്നത്. എല്ലാ കാര്യങ്ങളിലും ഓരോ യാത്ര പോകുമ്പോഴും അമ്പലങ്ങളിൽ പോകുന്നതിന് ഒരു മകനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു അമ്മയാണ്. ആ അമ്മയോട് കാണിച്ചതിനുള്ളൊരു പ്രായശ്ചിത്തമായി മാധവിക്കുട്ടിയുടെ ഓർമ്മ ശാശ്വതീകരിക്കാനായി സോഷ്യൽ ഫോറസ്ട്രി ബോർഡ് പുനരാരംഭിക്കണം. പറ്റുമെങ്കിൽ PK ഗോപാലകൃഷ്ണൻ്റെ ആദരസൂചകമായി നമ്മുടെ CSDT ആരംഭിക്കണം. അതിൽ എന്നെപ്പോലുള്ള പ്രായം ചെന്നവരെയൊക്കെ ഒഴിവാക്കി ചെറുപ്പക്കാരുടെ കയ്യിൽ, ബാലേന്ദ്രനോ വേറെ അല്ലെങ്കിൽ 1-2 പ്രായമുള്ളവരും ബാക്കിയുള്ള എല്ലാം ചെറുപ്പക്കാരുടെ കൈകളിലെത്തി ആ ചരിത്ര പ്രസ്ഥാനങ്ങളെ ശാശ്വതമാക്കാൻ കൂടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.
കമലാദാസ് അനുസ്മരണവും പ്രഭാഷണം നടത്തുന്നതിനായി പ്രൊഫസർ ഡോക്ടർ A.G. ഒലീന മാഡത്തിനെ ക്ഷണിക്കുന്നു. ലോകാധ്യക്ഷൻ, പ്രിയ സുഹൃത്ത് ശ്രീ ചെറിയാൻ ഫിലിപ്പ്, വേദിയിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എത്തിയിട്ടുള്ള ആദരണീയനായ മുൻമന്ത്രി, കേരളത്തിൻ്റെ ഏറ്റവും കേരള മനസ്സിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകൻ കൂടിയായ ശ്രീ M.M. ഹസൻ സാർ, വേദിയിലൊപ്പമുള്ള ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പ് തന്നെ പലയൊരു വായിച്ച് നല്ല പരിചയമുള്ള ബാലേന്ദ്രൻ സാർ, ഏറെ പ്രിയപ്പെട്ട തമ്പാൻ സാർ, രാജാവാര്യർ, പ്രിയ സുഹൃത്താണ് അനിൽകുമാർ, ബാബുരാജ്, സിന്ധു സുരേഷ്, ജയശ്രീകുമാർ അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, എൻ്റെ ചങ്ങാതി ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ കാലാവസ്ഥ ഇങ്ങനെ മൂടി നിൽക്കുമ്പോഴും എനിക്ക് സാറിനെക്കുറിച്ച്, ബാലേന്ദ്ര സാറിനെക്കുറിച്ച് ആമുഖം സംസാരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും ആകർഷകമായിട്ട്, ഏറ്റവും ഇഷ്ടമായി തോന്നിയത്. രാമായണത്തെ സംബന്ധിച്ചും ഗണേശ വാർത്തയെ സംബന്ധിച്ചും, അല്ലെങ്കിൽ ഗണേശകം എന്ന പുസ്തകത്തെ സംബന്ധിച്ചും, അല്ലെങ്കിൽ ബൃഹത്തായ വലിപ്പം കൊണ്ട് ബൃഹത്തായ, ഞാൻ വായിച്ചിട്ടില്ല അത്, അത്തരം കൃതികൾ എഴുതിയിട്ടുള്ള ഒരാളോട് ഏറ്റവും വലിയ ഗ്രന്ഥത്തെക്കുറിച്ച്, പ്രധാന ഗ്രന്ഥത്തെക്കുറിച്ച് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന് പറയുന്ന ബാലേന്ദ്രൻ സാറിനെ ഒരുപക്ഷെ ലോകത്തെ ഏതെങ്കിലും ദേശങ്ങളിലെ, രാജ്യങ്ങളിലെ ഭരണഘടനയിൽ പ്രേമം എന്ന പദമോ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇത്ര വിപുലമായ 490-ലധികം പേജുകളുള്ള ഏറ്റവും വിപുലമായ ഒരു ഭരണഘടനയിൽ എല്ലാ പേജിൻ്റെയും അടിയിലെ കാലിഗ്രഫി ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. ഒരുപക്ഷെ നമ്മളാരും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒന്നല്ല. അതിൻ്റെ അടിയിലെ കാലിഗ്രഫി ചെയ്തിരിക്കുന്നത് പ്രേംബിഹാരി നിയാൻ റൈസാൻ എന്ന ഇന്ത്യൻ കാലിഗ്രഫറാണ്. അയാളുടെ കയ്യെഴുത്താണ്. അയാളുടെ കയ്യെഴുത്തിൽ അവസാനം പ്രേം എന്ന് എഴുതിയിട്ടുണ്ട്. ഒക്കെ എൻ്റെ ചേട്ടനൊരു ചിത്രകാരനാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് വിവരങ്ങൾ കിട്ടിയത്. അപ്പോൾ എല്ലാ പേജിലും ഈ കാലിഗ്രഫിയിൽ എല്ലാ എഴുത്തുകാരെയും അങ്ങനെയാണല്ലോ, ചിത്രകാരനും വരയ്ക്കുന്നവരും എഴുതുന്നവരും ഒക്കെ അതിൻ്റെ അടിയിൽ അവരവരുടെ കയ്യൊപ്പിൻ്റെ ഏതെങ്കിലും സൂചന നൽകും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മുഴുവനും പ്രേം എന്ന് എഴുതി വെച്ച് ലോകത്തെവിടെയെങ്കിലും ഒരു ഭരണഘടനയുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളൊക്കെ വിദ്യാർത്ഥികളാണല്ലോ, ചരിത്രത്തിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ അങ്ങനെ ഒരു ഭരണഘടന, എല്ലാറ്റിനും അപ്പുറത്ത് ഇന്ത്യൻ ഭരണഘടന നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട കാലത്ത്, മറ്റെല്ലാറ്റിനും അപ്പുറം ഇന്ത്യയിൽ ജീവിക്കുന്ന മഹാമനുഷ്യർ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ആവർത്തിച്ച് സംസാരിക്കേണ്ട കാലത്ത് ഞാനതിലെ പ്രേം മാത്രം എടുക്കുന്നു. അതിൽ പ്രവർത്തിച്ച സ്ത്രീകളെല്ലാം ഓർത്തുകൊണ്ട്, ഈ നേരത്തെ പറഞ്ഞ ബുദ്ധിജീവികൾ കുറച്ച് സ്ത്രീകളുണ്ട്, 3 മലയാളി സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഓർത്തുകൊണ്ട് അതിലെ പ്രേം മാത്രം എടുത്താൽ അത് ഏറ്റവും ഇണങ്ങുന്നത്, ആ വാക്ക് ഏറ്റവും ഇണങ്ങുന്ന ഒരാൾ മാധവിക്കുട്ടിയാണ്. കമലാദാസ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട മാധവിക്കുട്ടിയാണ്. കുറഞ്ഞ വാക്കുകൾ ഞാൻ വർത്താനം പറഞ്ഞു പോകാം. സാറിനൊക്കെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നല്ല തിരക്കുണ്ടെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമുക്ക് മാധവിക്കുട്ടിയെക്കുറിച്ച് മലയാളിക്ക് അന്യോന്യം അധികം പറയേണ്ടതില്ല, പക്ഷേ ചിലത് പറയേണ്ടതുണ്ട്. വീണ്ടും ഞാൻ ഭരണഘടന എന്ന ആശയത്തെ മുൻനിർത്തുന്നു. എൻ്റെ ചെറുപ്പകാലത്ത്, ഞങ്ങൾ വളരെ ചെറുപ്പകാലത്ത് മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ അച്ചടിച്ച് വന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ സർക്കാർ സർവീസിൽ പോകുന്നതിന് മുമ്പ് കൊല്ലത്ത് മലയാള നാട്ടിലും മലയാള രാജ്യത്തിലും കൊല്ലം കോളേജിലൊക്കെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തന കാലത്തിനൊക്കെ അപ്പുറത്തേക്ക് അച്ഛൻ അവിടെ ജോലി എടുത്തിരുന്നു. അതിൻ്റെ തുടർച്ചയിൽ ഞങ്ങളുടെ വീട്ടിൽ മലയാള നാടും മലയാള രാജ്യവും കേരള ശബ്ദവും ഒക്കെ വരും, ഫ്രീ ആയിട്ട് വരും. ഇതിൽ ചിലതൊക്കെ എടുത്ത് അച്ഛൻ അലമാരയുടെ മുകളിൽ വെക്കും, കുട്ടികൾ കാണാതിരിക്കാൻ. ചില നോവലുകളൊക്കെ വായിക്കാതിരിക്കാൻ. അങ്ങനെയാണല്ലോ നേരത്തെ പറഞ്ഞ പോലെ, തമ്പാൻ സാറ് നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെയൊക്കെ മനസ്സിലെ അസ്ഥിതകളാണ് ഇപ്പോഴും. പക്ഷേ ഇക്കാലത്തെ കുട്ടികൾ ഏത് വിവരവും എവിടെ നിന്നും കിട്ടും, അവർക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ട് അവർ വിരൽത്തുമ്പോൾ ഇതൊക്കെ ശേഖരിക്കുകയും ചെയ്യും. പറഞ്ഞു വെക്കുന്നത് അങ്ങനെ കുട്ടിക്കാലത്ത് കിട്ടുന്ന ഈ പുസ്തകങ്ങൾ വന്നിരിക്കുന്ന, കണ്ണശ വന്നിരിക്കുന്ന, അങ്ങനെ അറിയാലോ, സീരിയലൈസ് വന്നിരിക്കുന്ന ഒരു എൻ്റെ കഥ അതവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല ഓർമ്മയുള്ളത് ആ എൻ്റെ കഥയാണ്. എൻ്റെ കഥയിൽ പിൽക്കാലത്ത് ഞാൻ എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട്, എൻ്റെ എംഫിൽ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരെ കാണുമ്പോൾ, ഞാൻ അവരുടെ വീട്ടിൽ പോയി, എംഫിൽ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ പോയി കാണുന്ന സന്ദർഭങ്ങളിൽ ഈ ആത്മകഥയിൽ എത്ര ആത്മമുണ്ടെന്ന്, പിൽക്കാലത്ത് എതിരൻ കഥരേൻ്റെ ഒരു ലേഖനമുണ്ട്. ഒരുപാട് വർഷം മുമ്പ് 90-ലെ എൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിൽ എത്ര ആത്മമുണ്ട്, എത്ര കഥയുണ്ട് എന്നുള്ളത്. അത് കൊല്ലത്ത് SN കോളേജിൽ KP അപ്പൻ്റെ ക്ലാസ് മുറിയിൽ നിന്നാണ് അതിലെത്ര ശതമാനം ആത്മമുണ്ട്, അതിലെത്ര ശതമാനം കഥയുണ്ടെന്നുള്ള അന്വേഷണത്തിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നീട്
നമ്മൾ മലയാളി വായിച്ചറിഞ്ഞ, മലയാളി കേട്ടറിഞ്ഞ, നേരത്തെ സൂചിപ്പിച്ച വളരെ ധീരമായ പ്രസ്താവനകൾ നടത്തുന്നത് നിഷ്കളങ്കരാണ്. രണ്ട് തരത്തിലെ ആളുകൾക്ക് വളരെ ധീരമായി ഒന്നിനെയും പേടിക്കാതെ പറയാം. ഒന്നിനെക്കുറിച്ചും ആശങ്കയില്ലാത്ത ആളുകൾക്ക് വളരെ ധീരമായി പ്രസ്താവനകളിലേക്ക്, എഴുത്തിലേക്കൊക്കെ കടക്കാൻ പറ്റും. രണ്ട് വളരെ സംശുദ്ധമായ കൈകളുള്ളവർക്ക്. പക്ഷെ ആ സംശുദ്ധമായ കൈകളുള്ളവർ എന്തൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് സാറിൻ്റെ ചെറിയ പുസ്തകം നമ്മളോട് പറയുന്നു. വിശദാംശങ്ങളില്ല. അതിസംശുദ്ധമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില ഇടങ്ങളിലെങ്കിലും നമുക്ക് ചില വേട്ടയാടലുകൾ ഉണ്ടാകും എന്ന്, നമ്മളെല്ലാവരും നല്ലവരല്ലാത്തതുകൊണ്ട്. ഭൂമിയിൽ ബഹുഭൂരിപക്ഷവും നല്ലവരാണെന്ന് വിശ്വസിക്കാനും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കാൻ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കരുതുന്നത്. എന്നെക്കുറിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ സാറിന് മനസ്സിലാവും, കൂട്ടുകാർ ലോകത്തെല്ലാവരും എനിക്ക് നല്ലതാണ്, അത്ര കണ്ട് നല്ലതൊന്നുമില്ല ഈ ലോകമെന്ന് ചിലപ്പോഴെങ്കിലും മനസ്സിലാക്കണം. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഒരിക്കലും. ഒരുപക്ഷെ മാധവിക്കുട്ടിക്കോ സാറിനോ ഒന്നും തോന്നാത്തതായിരിക്കും. നിങ്ങൾ അത്രയും ഞാൻ ഇടപെട്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും എനിക്കത് മനസ്സിലാകാത്തത് ഞാൻ വിചാരിക്കാറുണ്ട് ചിലപ്പോൾ. എങ്കിലും ലോകത്ത് ബഹുഭൂരിപക്ഷവും മനുഷ്യരും നന്മയും നല്ലവരുമാണ്. ഇടയ്ക്ക് വേണമല്ലോ ഈ നന്മയുടെ ഗുണം നമ്മൾ അറിയണമെങ്കിൽ ഇപ്രാവശ്യത്തെ ഒരു ബൈനറിയും കൂടി വേണം. ഏത് കറുപ്പും ഇപ്പുറത്തെ ഒരു ബൈനറി വെളുപ്പുള്ളപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക, ഏത് വെളുപ്പും ഇപ്പുറത്തെ ഒരു ബൈനറി ഇപ്പുറത്ത് ഒരു കറുപ്പുള്ളപ്പോഴാണ് ബോധ്യപ്പെടുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം മാധവിക്കുട്ടിയെ നമ്മൾ കാണാൻ. ഇങ്ങനെ മൂന്ന് പേരുകൾ, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഷേക്സ്പിയറിന്റെ വലിയ ചോദ്യത്തെ പൊളിച്ചു കളഞ്ഞ ഇന്ത്യൻ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. ശരാശരി മധ്യവർഗ ഇന്ത്യൻ സ്ത്രീയുടെ ജീവിതം എന്തെന്ന് ഇംഗ്ലീഷിൽ എഴുതുക മാത്രമല്ല, ലോകത്തെ മഹാസർവകലാശാലകളിലൊക്കെ ഇന്ത്യൻ എഴുത്തുകാരെ ആരെങ്കിലും ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന എഴുത്തുകാരനും മാധവിക്കുട്ടിയാണ്. അത്രയേറെ നമ്മൾ ഈ വാഴ്ത്തുന്ന കുടുംബം, ദാമ്പത്യം എന്നൊക്കെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും, പ്രേമം, പ്രണയം, ദാമ്പത്യം, വീട്, കുടുംബം തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും നമ്മൾ വാഴ്ത്തുന്ന, ശരാശരി മലയാളി വാഴ്ത്തുന്ന എല്ലാത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും, നിഘണ്ടുക്കളാണ് ഇടുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും, നിഘണ്ടുക്കൾ നിർവചനം കൊണ്ട് ആണയിടുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അട്ടിമൂട്ടി പൊളിച്ചുകൊണ്ട് മലയാളിയുടെ കാപട്യത്തെ, നമ്മുടെ സ്നോബറിയെ, നമ്മുടെ ഉള്ളുകൊള്ളയായിട്ടുള്ള ചില കാര്യങ്ങളെ ഒക്കെ തന്നെ, അത് മലയാളി അങ്ങനെയൊക്കെ ആയത് മലയാളിയുടെ കുറ്റമൊന്നുമല്ല. മലയാളി താരതമ്യേന സുരക്ഷിതമായൊരിടത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഉള്ളതിലധികം ചെറുപ്പം തോന്നും. അങ്ങനെയാണ്, നമുക്ക് ഉള്ളതിലധികം കൂടുതൽ സുരക്ഷിതത്വം വരുമ്പോൾ നമ്മൾ ഉള്ളതിലധികം വലിപ്പമുള്ളതായിട്ട് തോന്നും. പക്ഷെ കേരളം വിട്ടു കഴിയുമ്പോൾ നമ്മളെല്ലാവരും നന്നായി പണിയെടുക്കുന്നു എന്ന് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരും തൊഴിൽ പ്രസ്ഥാനത്തിൽ നിന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്. കേരളം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കും. ഇത് മറ്റുള്ളവർ പറയും, നമ്മളും പറയും. പക്ഷേ ഈ പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളാരും മോശക്കാരായതുകൊണ്ടല്ല, നമുക്ക് കിട്ടിയ ഒരു സുരക്ഷിതത്വത്തിൽ കൂടി പോയതുകൊണ്ടാണെന്ന് വിചാരിക്കാനാണ് ഇഷ്ടം. പക്ഷേ അങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള, നമ്മൾ നേരത്തെ നിർവഹിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നിർണയിച്ചു വെച്ചിരിക്കുന്ന അത്തരം ആശയങ്ങളെയൊക്കെ ഇങ്ങനെ ബലൂൺ ഒറ്റ കുത്തുകൊടുത്ത പൊട്ടിപ്പോകില്ല, അങ്ങനെ പൊട്ടിച്ചു കളഞ്ഞ, കുമിള പോലെ പൊട്ടിച്ചു കളഞ്ഞ ഏറ്റവും നിസ്വാർത്ഥമായ സ്നേഹത്തെക്കുറിച്ച് സാറത് പറഞ്ഞ കറക്റ്റാണ്. ഏറ്റവും നിസ്വാർത്ഥമായ സ്നേഹത്തെ വിഭാവനം ചെയ്ത, ഞാൻ മണിക്കൂറുകളോളം അവരുടെ മുമ്പിലിരുന്ന്, അന്ന് എഴുതിയെടുക്കലാണല്ലോ, റെക്കോർഡിംഗ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് 90-91 എൻ്റെ എംഫിൽ കാലഘട്ടം. അപ്പോൾ അവിടെ ഇരുന്നും കൊണ്ട് ഞാൻ എഴുതിയെടുത്തത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ ആ ഡയറി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഇതുപോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വേഗത്തിൽ എഴുതുന്ന ഒരു ശീലം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ചെറിയ എഴുത്തുകളിലൂടെ അവർ പറഞ്ഞ വലിയ വാചകങ്ങളെ, എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കുട്ടി എങ്ങനെയാണ് ദാമ്പത്യത്തെ നിർവചിക്കുന്നത്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കുട്ടി എങ്ങനെയാണ് ദാമ്പത്യത്തെ നിർവചിക്കുന്നത്? ഞാൻ കുറേ നേരം മുഖത്ത് നോക്കിയിരുന്നു. ഇപ്പം പറഞ്ഞു, എനിക്ക് നിന്നെ നല്ല ഇഷ്ടമായി, നിൻ്റെ നോട്ടം എനിക്ക് നല്ല ഇഷ്ടമായി. അതിനെ നോക്കിയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി. എൻ്റെ കൂടെ സിസ്റ്റർ ജസ്മി, തൃശ്ശൂർ വിമല കോളേജിലെ സിസ്റ്റർ ജസ്മി എൻ്റെ കൂടെ ഉണ്ട്. കാലിക്കറ്റ് MG സർവകലാശാലയിലെ ഫസ്റ്റ് റാങ്കുകാരി ശോഭ, ഇപ്പം ഒരു ഹൈസ്കൂളിൽ ഹെഡ് മിസ്ട്രസ്സായിട്ടൊക്കെ റിട്ടയർ ചെയ്തു. ശോഭ എൻ്റെ ഒപ്പം ഉണ്ട്. ഞങ്ങൾ മൂന്നാളും കൂടെയാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. സിസ്റ്റർ ജസ്മിയോടൊപ്പമാണ് MT കാണാൻ പോയത്, കത്തുമൊക്കെ ആയിട്ട് പോയത്. അങ്ങനെ എല്ലാവരെയും അന്ന് കാണുന്ന ഒരു കാലമാണ്. നമ്മുടെ ഏറ്റവും മനോഹരമായ കാലവും, MA റാങ്ക്, MPhil റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ചിറക് വിരിച്ച് പറക്കുന്നൊരു കാലമുണ്ടല്ലോ, ഈ എഴുത്തിന് പിന്നാലെ നടക്കുന്നൊരു കാലം. അപ്പോൾ ഇവരെ ഇങ്ങനെ മുഖത്തോട് നോക്കി. ഇപ്പോൾ സിസ്റ്റർ എന്നെ ചോണ്ടി എന്തെങ്കിലും പറയാൻ പറയും. ഞാനൊന്നും പറഞ്ഞു, ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ, കുട്ടി അത് സ്വർണ്ണ നിക്ഷേപമില്ലാത്ത കറൻസിയാണ്. ദാമ്പത്യം എന്നാൽ സ്വർണ്ണ നിക്ഷേപമില്ലാത്ത കറൻസിയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനൊരു വാക്കുപോലും ഇടാതെ പക്ഷേ എൻ്റെ തീസിസിൽ എഴുതി വെച്ചു, റാങ്കും ഒക്കെ കിട്ടി. പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ദാമ്പത്യം എന്ന സ്ഥാപനത്തിലേക്ക്, ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കടന്നു കഴിയുമ്പോൾ എന്തായിരുന്നു മാധവിക്കുട്ടി പറഞ്ഞതെന്നും, പിന്നീട് നിരവധിയായ ദാമ്പത്യങ്ങളെ കാണുകയും നിർവചിക്കും. അതുവരെ ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മനോഹരമായ ദാമ്പത്യം മാത്രമാണ്. ഞങ്ങളടക്കം അസൂയപ്പെട്ട ഒരു ചിരിയാൽ, അന്യോന്യം നോക്കുന്ന ഒരു ചിരിയാൽ,
അന്യനെ നോക്കുന്ന ഒരു നോട്ടത്താൽ അമ്മയുടെ തോളിൽ തട്ടിയിട്ടേ എന്ന് വിളിക്കുന്ന അധ്യാപികയായ അമ്മ ചിലപ്പോൾ എല്ലാവരും കേൾക്കുക ടീച്ചറെ എന്ന് കളിയാക്കി വിളിക്കും. അമ്മ തിരിച്ച് സാറേന്ന് അങ്ങോട്ട് വിളിക്കും. നീണ്ടകാലത്തെ പ്രണയത്തിനൊടുവിൽ അവരുടെ പ്രണയകാലത്തിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ബംഗാളി പഠിക്കാൻ മോഹമുള്ളപ്പോൾ അമ്മ എറണാകുളത്ത് ബംഗാളി പഠിക്കാൻ കൊണ്ടുപോയ അച്ഛനെയും അമ്മയ്ക്ക് ഓറഞ്ച് കുങ്കുമം, നല്ല ചുവന്ന കുങ്കുമം തീർന്നപ്പോൾ അത് മേടിക്കാൻ രാത്രി 10:30 ശേഷം കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി രാത്രി കുങ്കുമം മേടിച്ച് രാത്രി മുഴുവൻ അവിടെ കിടന്നുറങ്ങി 6:30 മണിക്കുള്ള ബസ്സിൽ വന്ന അച്ഛനെയൊക്കെയാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ളത്. അതിന് ശേഷം ചിന്തിയം ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ദാമ്പത്യത്തെ ഞാൻ ഇങ്ങനെ കണ്ടൊരു ദാമ്പത്യത്തിന് അപ്പുറത്തേക്ക് ഖുശ്വന്ത് സിംഗിനെ അടക്കം ഇത്ര സർക്കാസ്റ്റിക് ആയിട്ട്, ഒരു പക്ഷേ സാറിന് പറയാൻ പറ്റും ഇവർ വർത്തമാനത്തിൽ സർക്കാസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അന്ന് എന്നോട് അത്തരത്തിൽ തമാശ മറ്റുള്ളൊന്നും സംസാരിച്ചില്ല. പക്ഷെ ഇത്ര സർക്കാസ്റ്റിക് ആയിട്ട്, ഇത്ര പ്രച്ഛന്ന ഹാസ്യത്തെ, ഇത്ര ആക്ഷേപഹാസ്യത്തെ അതിവിദഗ്ധമായിട്ട് ഉപയോഗിച്ച മലയാളിയായ ഒരു എഴുത്തുകാരനോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വി കെ എൻ വേറൊരു റേഞ്ചാണ്. മലയാളി ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രംഭ, മേനക, തിലോത്തമ ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ സ്ത്രീകൾ നമ്മളൊക്കെ കൊച്ചിലെ പറയുമല്ലോ സുന്ദരിമാരാരാ, ഉർവശി, മേനക, രംഭ, തിലോത്തമ എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കുറേ ഉണ്ട്. നമ്മളെയൊക്കെ പറ്റിച്ചിരുന്നൊരു കാലം. നമ്മളെക്കാളും വലിയ രംഭ ആരാ, നമ്മളെക്കാളും വലിയ ഉർവശി ആരാ, അത് വേറെ. ഉർവശിയെക്കാളും നല്ല നൃത്തം നമ്മൾ വീട്ടിൽ നടത്തുന്നുണ്ട്. ഈ കൂടുമ്പോൾ ഇമ്പമുള്ളെന്ന് നമ്മൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിനകത്ത് നമ്മൾ നടത്തുന്ന നൃത്തം പോലെ ഏത് നൃത്തം ഇരിക്കുന്നു മലയാളി പെണ്ണോട് ചോദിച്ചാൽ മതി. നമ്മൾ അനുദിനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണത്. പോട്ടെ. അപ്പം ഇങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിച്ചിരിക്കുന്നവരെല്ലാം എവിടെ കൊണ്ടുപോയി? പുന്നയൂർ കുളത്തെ നാലപ്പാട്ട് വീട്ടിൻ്റെ അകത്ത്, അവരുടെ വീട്ടിനകത്ത് അവരെ സഹായിക്കുന്ന ഉണ്ണിമായയും ലക്ഷ്മിയും ഒക്കെ ആരായി മാറുന്നു, ജാനുവും ഒക്കെ ആരായി മാറുന്നു, രംഭയും തിലോത്തമയും ഒക്കെ ആയി മാറുന്നു. ഒരുപക്ഷെ കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം, വൈക്കം മുഹമ്മദ് ബഷീറിന് ശേഷം ഇങ്ങനെ സർക്കാസത്തിന്റെ രസതന്ത്രം ഉപയോഗിച്ചുകൊണ്ട്, കെമിസ്ട്രി ഉപയോഗിച്ചുകൊണ്ട്, അതിന്റെ രാസവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ശരാശരി മലയാളിയുടെ ഉള്ളിൽ ഊറിക്കൂടിയിരിക്കുന്ന മിക്കവാറും എല്ലാത്തരം കാപട്യങ്ങളെയും പൊളിച്ചു കയ്യെത്തുന്നു. വീണ്ടും ഭരണഘടനയിലേക്ക് വരട്ടെ. മതം ഇത് ഇത്രേ ഉള്ളൂ, പക്ഷെ ഇത്രമാത്രം ഉണ്ട്, ഇത് ഇത്രേ ഉള്ളൂ, ഇത് ഇത്രമാത്രം ഉണ്ട് എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തിയ മഹാനായ, അന്ന് ഞാൻ പറയട്ടെ, നമ്മളെങ്ങനെയാണല്ലോ പുല്ലിംഗം പറഞ്ഞെങ്കിലല്ലേ കേമാവും. മഹതി എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, അത്ര വലിയ മഹത്വം ഇല്ലാന്ന് തോന്നും. അപ്പൊ അതുകൊണ്ട് അത്ര മഹത്വത്തിലേക്ക് നിൽക്കുന്ന ഒരാളാണ്. ഒരാളിന്റെ പേര് ഇങ്ങനെ മാറിയാൽ ഭിന്നയാളായി മാറും. പുന്നത്തൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു കഥയുണ്ട്, മലമുകളിലെ അബ്ദുള്ള. യൂണിഫോം ഊരി വെച്ചാൽ പോലീസുകാരനെ വീട്ടിലെത്തിയാൽ രാത്രി വന്നാൽ തിരിച്ചറിയാതെ പോകുമെന്ന് പഠിപ്പിച്ച ഒരു കഥ. അവരുടെ വലിയ കൂട്ടുകാരനായിരുന്നു, അവരുടെ വലിയ ചങ്ങാതിയായിരുന്നു പുനത്തിൽ. ആ പുനത്തിലിൻ്റെ ഒരു കഥ പറയണ മാതിരി ഇത് ഇത്രയേ ഉള്ളൂ. ഉടുപ്പ് മാറും പോലെ, നമ്മുടെ ഉടുപ്പ് മാറും പോലെ അങ്ങനെ മാറാനുള്ളതേ ഉള്ളൂ, മാറ്റാനുള്ളതേ ഉള്ളൂ എന്ന് മലയാളിയെ പഠിപ്പിച്ച സാറിൻ്റെ ഈ പുസ്തകത്തിൽ, ബാലേന്ദ്ര സാറിൻ്റെ ഈ പുസ്തകത്തിലെ ഈ അധ്യായങ്ങളിൽ പറഞ്ഞു വെച്ച അനുഭവങ്ങൾ എനിക്ക് പുതുതാണ്. എനിക്കറിയാം, സോഷ്യൽ ഫോറസ്ട്രി ചെയർപേഴ്സണായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് അടക്കമുള്ളത് നമ്മൾ പഠിക്കുമല്ലോ. പലതരം എൻട്രൻസുകൾക്കും അല്ലാതെ നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുന്നവരെന്ന് കൂട്ടത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇതിനിങ്ങനെ ഒരു മുഖമുണ്ടെന്നോ ഇതിനിങ്ങനെ ഒരു ചരിത്രം ഉണ്ടെന്നോ എനിക്കറിയില്ലായിരുന്നു. പുതിയ അറിവിന് ഓരോ പുതിയ പുസ്തകവും ഒരു ചെറുതോ വലുതോ ആയ ഒരു അറിവ് തരട്ടെ. ഒരു പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇനി പ്രവർത്തിക്കുമ്പോൾ, ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഏജ് കഴിഞ്ഞു, അടുത്ത തലമുറ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് വെളിച്ചമാകും. അവർക്ക് മുന്നോട്ട് നയിക്കാൻ ചില ഇടങ്ങളിൽ ഇടപെടലാണല്ലോ പ്രധാനം, ഇടപെടാൻ ഈ പുസ്തകം സാർത്ഥകമാകും. ആ അർത്ഥത്തിൽ മാധവിക്കുട്ടിയോട് കടപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു പുസ്തകം കാലത്തോട് നീതി പുലർത്തേണ്ടതുണ്ട്. ഏതു പുസ്തകവും അതത് കാലത്തോട് സംവദിക്കേണ്ടതുണ്ട്. എങ്കിലേ സമകാലത്തോട് സംവദിക്കാത്ത ഒരു പുസ്തകം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് ഈ മരിച്ചുപോയ ആശയങ്ങൾ മയ്യത്തായി പോകുന്നു, മണ്ണിൽ തൊടാത്ത ആശയങ്ങൾ മയ്യത്താവും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മണ്ണിൽ തൊടാത്ത ആശയങ്ങൾ മയ്യത്തായി പോകുമെന്ന് പറഞ്ഞ പോലെ ഇത് മണ്ണിൽ തൊടുന്ന ചില ആശയങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നു. 1962 ലോകം കണ്ട എഴുത്തുകാരിയായ, ശാസ്ത്രജ്ഞയായ ഒരു മനുഷ്യ, ഒരു സ്ത്രീ, റേച്ചൽ കർസൺ എന്ന അധ്യാപിക കൂടിയായ ഒരു എഴുത്തുകാരി എന്തുകൊണ്ടാണ് കിളികൾ പാടാത്തതെന്ന് ചോദ്യം ചോദിക്കുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഫോറസ്റ്റ് ബോർഡ് രൂപീകരിക്കാനുള്ള ആശയത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അന്ന് ലോകത്തെ കിളികൾ പാടാത്തത് എന്ത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ വസന്തകാലത്ത് സ്പ്രിങ്ങിൽ കിളികൾ പാടുകയാണ് അതിൻ്റെ ലക്ഷണം. അങ്ങനെ കിളികൾ പാടാത്തൊരു കാലത്തെക്കുറിച്ചൊരു ചോദ്യം ഒരു ശാസ്ത്രജ്ഞ, ഒരു എഴുത്തുകാരി, കടലിനെ സ്നേഹിക്കുന്ന ഒരു നോവലിസ്റ്റ് അവരന്വേഷിക്കുമ്പോൾ 40 വയസ്സിലാണ് അവരറിയുന്നത് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ. ഗവേഷണം കൊണ്ട് അറിയാതെ പോയത്, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലാതെ പോയല്ലോ എന്നവരറിയുന്നത്. വിവാഹിതയാകാതെ ജീവിച്ചു പോയൊരു എഴുത്തുകാരി അവരോർക്കുന്ന അപ്പോഴാണ് അവർ എന്തുകൊണ്ട് കിളികൾ പാടണില്ല എന്ന് ചോദ്യം ചോദിക്കുകയും അപ്പോഴാണ് സ്പ്രിങ്ങിൽ വരാത്ത കിളികളെ അവർ അന്വേഷിച്ച് നടക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ബെൻസിൻ ഹെക്സാക്ലോറൈഡ്, അല്ലെങ്കിൽ നമ്മൾ DDT എന്ന് വിളിക്കുന്നത്, അതിൻ്റെ അമിത ഉപയോഗം കൊണ്ട് എല്ലാ കീടങ്ങളും ചത്തുപോവുകയും, ഉറുമ്പ് മാത്രമല്ല എല്ലാ പ്രാണികളും ചത്തുപോവുകയും കിളികൾക്ക് തിന്നാൻ ഒരു പ്രാണി ഇല്ലാണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ കിളികൾ എങ്ങനെയാണ് വരിക? അവർ
തീറ്റ തേടി എവിടെങ്കിലും പോയിട്ടുണ്ടാവും എന്ന ആശയത്തിലേക്ക് വരുന്നത്. അത്തരം ഒരു അന്വേഷണമാണ് ലോകത്ത് DDT നിരോധനത്തിലേക്ക് മാത്രമല്ല വലിയ പാരിസ്ഥിതിക ആശയങ്ങളിലേക്ക് പോകുന്നത്. കേരളത്തിൽ എന്തുകൊണ്ടാണ് അത്തരം ഒരു ബോർഡ് രൂപീകരിക്കണമെന്ന് എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ സാറിനോട് പറയുമായിരുന്നു. എൻ്റെ അച്ഛൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് ഈ മലയാള നാട്ടിൽ നിന്നൊക്കെ പുറത്തു പോയി വനംവകുപ്പ് ഉദ്യോഗസ്ഥനായിട്ട് വനംവകുപ്പ് ജീവനക്കാരുടെ ഫോറസ്റ്റ് പ്രൊട്ടക്ടേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ആ അച്ഛൻ്റെ ഒരു സർവീസ് കാലയളവിൽ സോഷ്യൽ ഫോറസ്ട്രി കാലയളവുണ്ട്. ഈ കാലയളവാണ് സാറിൻ്റെ ഈ പുസ്തകത്തിലെ കാലയളവിൽ അച്ഛനെ കൊല്ലത്ത് വന്ന് നിൽക്കാൻ, ഞങ്ങൾ 3 പെൺകുട്ടികളായതുകൊണ്ട് അമ്മ ഗവൺമെൻറ് സ്കൂൾ അധ്യാപിക, അമ്മ സർവീസ് സംഘടനാ പ്രവർത്തക, അപ്പോൾ ഞങ്ങൾ 3 ആളുമായിട്ട് ഒത്തു നിൽക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അങ്ങനെ സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥരായിരുന്നൊരു കാലയളവ് ഈ കാലത്തുണ്ട്. ഈ പീരീഡിൽ അച്ഛൻ്റെ പേര് ഗംഗാധരൻ നായരെന്നാണ്. കുറച്ചുകൂടി എളുപ്പം ഒളിവിലെ ഓർമ്മകൾ, തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ എന്ന പുസ്തകത്തിലെ 65-ാമത്തെ പേജിൽ 65 മുതൽ 85 വരെയുള്ള പേജിൽ ഒരു ഗോപി ഗംഗൻ ശങ്കരൻകുട്ടിയുണ്ട്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന നാടകത്തിലെ പരമൂള്ളയുടെ മക്കളാണ് ഇവർ 3 പേര്. അച്ഛനാണ് ഗംഗൻ. അപ്പോൾ ആ ഗംഗൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം അച്ഛൻ്റെ ആ സർവീസ് കാലയളവിൽ ഈ മുദ്രാവാക്യമുള്ള പോസ്റ്റർ എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഈ മുദ്രാവാക്യങ്ങൾ. മാത്രമല്ല ഫ്രം ക്രാഡിൽ ടു ഗ്രേവ് എന്നെഴുതിയ പച്ച ഒരു വലിയ പോസ്റ്റർ, ജനനം മുതൽ മരണം വരെ മരം നിങ്ങൾക്ക് തോഴൻ എന്നെഴുതിയ ഒരു സാധനം. ഞങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിലാണ്, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഒരു പാരിസ്ഥിതിക പ്രവർത്തകയായ ഒരു മാധവിക്കുട്ടിയെ മറന്നുപോയി എന്നുള്ളതാണ്. മറന്നുപോയി എന്നുള്ളത് നമ്മുടെ കുറ്റം, നമ്മൾ പഠിക്കാത്തതാണ്. സാറിനെ പോലെ ഒരാൾ അങ്ങനെ ഒരു പുസ്തകം നമ്മുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മതം എന്ന് സദാ നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ വിവിധ കള്ളറകളാക്കി മാറ്റിക്കൊണ്ടിരിക്കാനുള്ള വലിയ പരിശ്രമം നടക്കുന്ന ഒരു കാലത്ത് മതം ഇതാണെന്നും ഇത് ഇത്രേ ഉള്ളൂ എന്നും, പഴയ റോസ് ഇത് റോസ് എന്ന പഴയ കവിത ഓർക്കുക. ഇത് റോസാണ്, ഇത് റോസ് തന്നെയാണ്, ഇത് റോസ് മാത്രമാണ്, ഇത് റോസിനപ്പുറം ഒന്നും അല്ല എന്ന് പറഞ്ഞ മാതിരി ഇതാണ് മതം, ഇത് ഇത്രയാണ്, ഇതിനപ്പുറത്തേക്ക് പോകണ്ട എന്ന് കൂടി ചില സൂചനകളിലൂടെയാണ് മാധവിക്കുട്ടിയുടെ ജീവിതവും എഴുത്തിലെ ജീവിതത്തിലെ എഴുത്തും ഒന്ന് തന്നെയായിരുന്ന അത്രയേറെ സത്യസന്ധയായ, ഞാൻ ഏറ്റവും നിഷ്കളങ്കയായ ഒരു എഴുത്തുകാരിയോ ഞാൻ നേരിട്ട് കണ്ടത് മാധവിക്കുട്ടിയാണ്. അത്രയേറെ നിഷ്കളങ്കയായ, അത്രമേൽ നിഷ്കളങ്കയാകാമോ എന്ന ചോദ്യമുണ്ട്. അത്രമേൽ നിഷ്കളങ്കയായാൽ നേരത്തെ പറഞ്ഞ ചില ബൈനറികൾക്കപ്പുറത്തേക്ക്, ചില വേർതിരിവുകൾക്കപ്പുറത്തേക്ക് കാണാതെ പോകുന്നൊരു തരക്കേട്, ജീവിതത്തിൽ ഒരുപാട് വ്യഥകൾ അവരുണ്ടായതിൻ്റെ കാരണം അത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എല്ലാ സർഗപ്രതിഭകൾക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. എല്ലാ സർഗപ്രതിഭകളും നമ്മളെക്കാൾ മുന്നേ നടക്കുകയും നമ്മളെക്കാൾ വേദനിക്കുന്ന ഹൃദയം ഉണ്ടാവുകയും നമ്മളെക്കാൾ വേഗത്തിൽ വേദനകളെ ഏറ്റെടുക്കുകയും, അങ്ങനെയാണ് ബ്ലോട്ടിംഗ് പേപ്പർ മഷി ഒപ്പിയെടുക്കുന്നത് പോലെ. തിരശീല ഇങ്ങനെ പിടിച്ചാൽ കാറ്റിൽ പോകുമ്പോൾ അതിങ്ങനെ പടച്ചു നിൽക്കുന്നത് പോലെ സദാ ആ തരളിതമാകുന്ന ഹൃദയത്തിനും മനസ്സിനും ഒരു പ്രശ്നമുള്ളത്, ആരെങ്കിലും ഒന്ന് തട്ടിക്കൊടുത്താൽ അത് അങ്ങോട്ട് പോയിക്കോളും. അങ്ങനെ പോയിട്ടുണ്ടാവാം എന്ന് നമുക്ക് ഇപ്പോൾ കരുതാനാണ് എനിക്കിഷ്ടം. ഞാൻ ഒരുപാട് വർത്താനം പറയുന്നില്ല, ഇവരുടെ തിരക്കുകൊണ്ടാണ്. എനിക്ക് മാധവിക്കുട്ടിക്ക് പറഞ്ഞാൽ നേരം വിളിക്കില്ല. എൻ്റെ കഥയുടെ വിവർത്തനത്തിൽ അവർ സൂക്ഷിച്ചൊരു ജാഗ്രത, മാഷ് ഓർക്കുന്നുണ്ടാവും, അവർ സൂക്ഷിച്ചൊരു ജാഗ്രത. മലയാളിക്ക് പരിചിതമായ എൻ്റെ കഥ ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇപ്പറഞ്ഞ എല്ലാ നിഷ്കളങ്കതയ്ക്കും അപ്പുറത്തേക്ക് ചില ഭാഗങ്ങൾ വേണ്ടാന്ന് തീരുമാനിക്കുന്ന മാധവിക്കുട്ടി. ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ വിവർത്തനം 25 പ്രധാനപ്പെട്ട പേജുകൾ മാറ്റിവെച്ചുകൊണ്ട് അതേ എഴുത്തുകാരൻ വിവർത്തനം ചെയ്തത് എന്തിനാന്നുള്ള ഒരു രാഷ്ട്രീയ ചോദ്യം നിൽക്കെ മാധവിക്കുട്ടി എൻ്റെ കഥയിൽ ചില ഭാഗങ്ങൾ അവർ തന്നെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് മറക്കണ്ട. നമ്മൾ സമ്മറിൻ കൽക്കട്ട നേരെ ഇംഗ്ലീഷിൽ എഴുതിയ എഴുത്തുകാരി ഈ മലയാളത്തെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ലോകം മുഴുവൻ കാണുന്ന വായിക്കുന്ന എൻ്റെ കഥയിൽ മലയാള ജീവിതത്തെ പിൽക്കാലത്ത് നമ്മൾ അറിയാമല്ലോ, നമ്മുടെ പല എഴുത്തുകാരുടെയും ഈ ഇംഗ്ലീഷ് മലയാളം അവർ തന്നെയുള്ള വിവർത്തനത്തിൽ ചോർന്നുപോയതും കൂട്ടിച്ചേർത്തതുമായ വശങ്ങളെ നിരന്തരം നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാലത്ത് ഈ വിവർത്തനം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റവും കലാപകാരിയായ, സ്നേഹത്തിന് വേണ്ടി കലാപം കൂട്ടുന്ന, സ്നേഹത്തിന് വേണ്ടി നിരന്തരം ആഗ്രഹിക്കുന്ന, സ്നേഹത്തിന് വേണ്ടി സദാ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു തൃഷ്ണയായിരുന്നു അവർക്ക്. അവരുടെ അടിമുടി തൃഷ്ണയായിരുന്നു സ്നേഹം എന്നുള്ളത്. നിരുപാധികമായ സ്നേഹത്തെക്കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. മനോമി എന്ന കഥ നമ്മളെ വേറെ പലതും ഓർമ്മിപ്പിക്കുന്നു. ശ്രീലങ്കൻ പറയാറുണ്ട്, ഒരു വലിയ അരാഷ്ട്രീയവാദിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ ആൾക്കാർ. എളുപ്പം അങ്ങനെയാണല്ലോ. അവരിലേതധികം രാഷ്ട്രീയം എന്തിരിക്കുന്നു. വണ്ടിക്കാളുകളുടെ രാഷ്ട്രീയം മറക്കണ്ട നമ്മൾ, നെയ്പ്പായസത്തിന്റെ രാഷ്ട്രീയം മറക്കണ്ട നമ്മൾ, മനോമിയുടെ രാഷ്ട്രീയം നമ്മൾ മറക്കണ്ട, നമ്മൾ നെയ്പ്പായസത്തിനും രാഷ്ട്രീയം മറക്കണ്ട. അതുപോലെ കോലാടിന്റെ രാഷ്ട്രീയവും കേരളത്തിലെ പെണ്ണ് മറക്കരുത്. വേറെ 128 വാക്കുകളേ ഉള്ളൂ കോലാടില്. അമ്മ, ഇന്ത്യൻ ഗാർഹിക വ്യവസ്ഥയ്ക്കകത്ത് തകർന്നു പോകുന്ന അമ്മ. സ്വാമി വിവേകാനന്ദൻ പത്രക്കാരോട് പറഞ്ഞത്, ഇന്ത്യൻ ആത്മീയത പൂർണ്ണമാകണമെങ്കിൽ
ഇന്ത്യയിലെ വീടകങ്ങളിൽ, അദ്ദേഹം ഭാരതം എന്നാണ് ഉപയോഗിച്ചത്, ഇന്ത്യയിലെ വീടകങ്ങളിൽ കരിയും പുകയും കൊണ്ട് ഇങ്ങനെ അനുനിമിഷമില്ലാതായിത്തീരുന്ന സ്ത്രീയുടെ ജീവിതത്തിന്, പെണ്ണിൻ്റെ ജീവിതത്തിന് മോചനം ഉണ്ടാകുമ്പം മാത്രമേ ഇന്ത്യൻ ആത്മീയതയ്ക്ക് പൂർണ്ണതയുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് വേണം ഇന്ത്യൻ ഗാർഹിക വ്യവസ്ഥയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ഇന്ത്യൻ സ്ത്രീയെ, ശരാശരി ഇന്ത്യൻ സ്ത്രീ, ഒരു പാൻ ഇന്ത്യൻ ആയിരുന്നു അവർ പാൻ ഇന്ത്യൻ ആയിട്ടാണ് എഴുതിയത്. കേരളം മാത്രം കണ്ടുകൊണ്ട് എഴുതിയ ഒരു എഴുത്തുകാരിയല്ല, മറ്റു നമ്മുടെ ചില എഴുത്തുകാരെ പോലെ. അങ്ങനെ ഒരുപാട് ദേശങ്ങൾ കണ്ടതുകൊണ്ട് അത്തരം ഒരു അംബ്രല കാഴ്ച അവർക്കുണ്ടായിരുന്നു, ഒരു കൂടെ കാഴ്ച അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരെ ഏറ്റവും മഹത്വത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഇത്രയും മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇവരുടെ തിരക്കാണ് ഇപ്പോൾ നമുക്ക് പ്രധാനം. കാരണം നമ്മളെപ്പോഴും ഇപ്പോഴാണ് ജീവിക്കേണ്ടത്, ഇവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് എനിക്ക് ചിരപരിചിതമല്ലാത്ത ഒരു ഓഡിയൻസാണ്, ഒരു കൂട്ടമാണ്. അങ്ങനെയും വേണമല്ലോ. അങ്ങനെ വരാൻ കഴിഞ്ഞതിൽ, അങ്ങനെയുള്ള കൂട്ടുകാരെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, ഞാൻ ഏറ്റവും ആദരവോടെ കാണുന്ന മഹാവ്യക്തിത്വങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിലുള്ള, ഇരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് കേരളത്തിലെന്നല്ല, ലോകത്തെവിടെയും എഴുതുന്ന, ലോകത്തെവിടെയും പേന പിടിക്കുന്ന, ലോകത്തെവിടെയും പൊരുതുന്ന ഏത് വ്യക്തിക്കും വേണ്ടി കൂടിയാണ് നമ്മൾ മാധവിക്കുട്ടിയെ, കമലാദാസിനെ ഒക്കെ കമലയെ നമ്മൾ നിരന്തരം ഓർക്കേണ്ടത്. വായന കൊണ്ട്, ചിന്ത കൊണ്ട് ഒക്കെ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. മാത്രമല്ല, അവരിവിടെ ഉറങ്ങുന്ന മണ്ണ് മറക്കണ്ട. നമ്മൾ പാളയത്ത് അവർ ഉറങ്ങുന്ന മണ്ണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഓർക്കുന്ന ഒരു മലയാളിക്ക് മാറ്റി നിർത്താവുന്ന മണ്ണല്ല. അങ്ങനെ ഒരു മണ്ണിൽ ഇവർ ഉറങ്ങുകയാണ്. അതും നമുക്ക് കിട്ടിയ വലിയ കാര്യം എന്നാണ് കാണേണ്ടത്. നമ്മളിവിടെ നിന്നൊക്കെ പോയിട്ടും അങ്ങനെയാണല്ലോ, PK റോസിയെ ഓടിച്ചു വിട്ട അതേ ആവേഗം തന്നെയായിരുന്നു മാധവിക്കുട്ടി ഹൈദരാബാദിലേക്ക് നമുക്ക് ഓടിക്കുന്നതിലുള്ള വ്യഗ്രത നമുക്കുണ്ടായിരുന്നു. അപ്പോഴും അവരിവിടെ തന്നെ നമ്മോടൊപ്പം ഉറങ്ങുന്നു എന്നുള്ളതാണ്, അവർ ജീവിച്ച കാലത്ത് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ധന്യത എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു. അടുത്തതായി പുസ്തക പ്രകാശന ചടങ്ങാണ്. പ്രകാശനം ചെയ്യുന്ന ബഹുമാന്യ ശ്രീ എം ഹസൻ സാറാണ്. ഏറ്റുവാങ്ങുന്ന ശ്രീമതി മിനി ഗോപിനാഥ്. രണ്ടുപേരെയും ക്ഷണിക്കുന്നു. സംസാരിക്കുന്നതിനെ ഹസൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ചെറിയാൻ ഫിലിപ്പ്, സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ, പ്രൊഫസർ ഡോക്ടർ AT ഒലീന, ശ്രീമതി മിനി ഗോപിനാഥ്, ഡോക്ടർ രാജ വാര്യർ, ഡോക്ടർ അനിൽ കുമാർ, ശ്രീ ബാബുരാജ്, കമലാദാസ് മറ്റൊരു മുഖം എന്ന പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ, സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ BS ബാലചന്ദ്രൻ, ശ്രീമതി സിന്ധു സുരേഷ്, പ്രിയമുള്ള സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ശ്രീമതി ഒലീനയ്ക്ക് ഇതൊരു പുതിയ അനുഭവവും പുതിയൊരു കൂട്ടവുമാണെങ്കിൽ എനിക്ക് ഇതൊരു സ്ഥിരം, ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് എൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ നിർബന്ധിതരായ ഇവരോട് ഞാൻ ഒരു നീണ്ട പ്രസംഗത്തിൽ ഒരുപ്പെടുന്നില്ല. ശ്രീമതി ഒലീനയുടെ പ്രസംഗം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വളരെ മനോഹരമായ പ്രസംഗമാണ്. അത് മാധവിക്കുട്ടിയെക്കുറിച്ച് വളരെ 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 ആ സർഗ പ്രതിഭയുള്ള ആ കഥാകാരിയെക്കുറിച്ച് അവർ നല്ല മനോഹരമായിട്ടിവിടെ സംസാരിച്ചു. ഈ ബാലചന്ദ്രൻ്റെ പുസ്തകം അവരുടെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചല്ല, കമലാദാസ് മറ്റൊരു മുഖം, പലർക്കും ഒരു പക്ഷേ അറിയാനിടയില്ലാത്ത ഒരു മുഖം. അവരെ പ്രപഞ്ചത്തെ സ്നേഹിച്ചിരുന്നു, പ്രകൃതിയെ സ്നേഹിച്ചിരുന്നു. സ്നേഹമാണ് അവരുടെ ഏറ്റവും വലിയ മുഖമുദ്ര. ബാലചന്ദ്രൻ തന്നെ എഴുതിയിട്ടുണ്ട്, സ്നേഹത്തിൻ്റെ മനുഷ്യരൂപമാണ് മാധവിക്കുട്ടി എന്ന് എഴുതിയിട്ടുണ്ട്.
അങ്ങനെയുള്ള മാധവിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിന് തെളിവാണ് ഒരു പരിസ്ഥിതി പ്രവർത്തകയെ അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു യഥാർത്ഥമായ കഥയാണ് മാധവിക്കുട്ടിയുടെ മറ്റൊരു മുഖം എന്ന ബാലചന്ദ്രൻ്റെ ഈ പുസ്തകം. ഫോറസ്ട്രി ബോർഡ് രൂപീകരിച്ചതും നമ്മുടെ കാടുകളും വനങ്ങളും സംരക്ഷിക്കാൻ, അത് പ്രകൃതിയുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്, അവർ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഫോറസ്ട്രി ബോർഡിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഞാനുമൊക്കെ പങ്കെടുക്കുന്ന ചില ഫോട്ടോകളൊക്കെ കണ്ടു. ഫോറസ്ട്രി ബോർഡ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഈ പ്രകൃതി സംരക്ഷണ രംഗത്ത് വലിയ ശ്രദ്ധേയമായ ഒരു പ്രസ്ഥാനമായിരുന്നു. അവർ നടത്തിയ ഇതാണ് യാത്ര, ഇതാണ് ബോധിയാത്ര, അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് ദേശീയ തലത്തിൽ അവർക്ക് കിട്ടിയ യാത്രയ്ക്ക് കിട്ടിയ അവാർഡ് ബാബ ആംറ്റയിൽ നിന്ന് അവർ ഏറ്റുവാങ്ങുന്ന ഒരു സംഭവം ഇതിനകത്ത് പറഞ്ഞു. മാധവിക്കുട്ടിയുടെ സ്നേഹത്തിൻ്റെ ഒരു പര്യായമായിട്ട് തന്നെ ഒലീന പറഞ്ഞു, നിഷ്കളങ്കതയാണ്, നിസ്വാർത്ഥമാണ്. അവർ സ്നേഹിക്കുന്നതിന് പരിധികളില്ല. സ്നേഹവും പ്രളയവും പ്രേമവും എല്ലാം മാധവിക്കുട്ടിക്ക് ഒന്നാണ് എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളതിന് പല പേരിട്ട് വിളിക്കും. അവർക്ക് പ്രളയമുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരം നമുക്ക് നേരിടാൻ തന്നെ പ്രയാസമായിരിക്കും. ജീവിതത്തിൻ്റെ അവസാന ഞാൻ അവരുമായിട്ട് ഈ ഫോറസ്ട്രി ബോർഡിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ പരിചയപ്പെടാൻ അവസരം കിട്ടി. അത് പുത്രൻ ഈ നാലപ്പാടുമായിട്ടുള്ള ബന്ധത്തിൽ പല സന്ദർഭങ്ങളിലും കാണാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടിയത് അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. എറണാകുളത്ത് അവർ വിശ്രമിക്കുമ്പോൾ, അവർക്ക് അസുഖം വന്നു, എറണാകുളത്ത് വിശ്രമിക്കുമ്പോൾ അപ്പോഴേക്കും ഈ ശ്രീമതി കമല സുരയ്യയായി മാറിക്കഴിഞ്ഞു. ഞാനൊരിക്കൽ അവരെ കാണാൻ പോയി, വിളിച്ചു ചോദിച്ചിട്ടാണ് പോയത്. അപ്പം എന്നോട് ചോദിച്ചു, ആരെ കാണാനാണ് വരുന്നത്? മാധവിക്കുട്ടിയെ കാണാനാണോ കമലാ സുരയ്യയെ കാണാനാണോ? ഞാൻ പറഞ്ഞു, കമലാ സുരയ്യയെ കാണാനാണ് ഇപ്പോൾ വരുന്നത്. ചെന്ന് കഴിഞ്ഞ് അവരുടെ വേഷം പത്രത്തിലൊക്കെ കണ്ടെങ്കിലും അവരുടെ വേഷമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അത്ഭുതം. കാരണം ഈ മുസ്ലിം സ്ത്രീകളുടെ, അവർ കോഴിക്കോടാണ് ജനിച്ചതും വളർന്നതുമില്ല. പുന്നയൂർക്കുളവും കോഴിക്കോടും എല്ലാം ഒരുപാട് നാനാജാതി മതസ്ഥരുടെ ഒരുമിച്ച് സഹകരിച്ച് ജീവിക്കുന്ന സ്ഥലമാണ്. അവരെ ആദ്യകാലത്ത് ആമി എന്ന് വിളിച്ചിരുന്നു. ഈ കോഴിക്കോട് പോയാൽ എല്ലാ കുടുംബങ്ങളിലും ഒരു ആമിയെ കാണും. ആമിന ആമിയാവും. അതുപോലെ താലപ്പാട്ട് വീട്ടിൽ ഓമന പേരാണ് ആമി. പിന്നീടുള്ള പേരുകളാണ് കമല, പിന്നീട് ഇതാണ് മാധവിക്കുട്ടി, പിന്നീട് കമലാ സുരയ്യ, പല പേരുകളിൽ അവർ കേട്ടു. സ്നേഹനിർഭരമായി നമ്മൾ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന ഒരു പേരാണ് ആമി. അങ്ങനെ ഇത്രയും സ്നേഹത്തോടു കൂടി അവർ ഈ വേഷമൊക്കെ ഇട്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ ചെന്നു. എന്തിനാണ്? പലരും പത്രക്കാർ ചോദിക്കുമ്പോൾ ചോദിച്ചു, ഈ മതം മാറ്റത്തിൻ്റെ കാര്യം എന്താണ്? അവർ സ്നേഹത്തോടു കൂടി സംസാരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ സമത്വം കാണുന്നത് ഇസ്ലാമിലാണ്, ഞാനതിൽ സ്നേഹം കാണുന്നു. ഒരുപാട് പറഞ്ഞു പോലെ പ്രവാചകനെക്കുറിച്ചും എല്ലാം വളരെ നന്നായി ആലോചിച്ച് ചിന്തിച്ചാണ്. പക്ഷെ ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഒന്നുമായില്ല എനിക്ക് സംസാരിക്കാൻ താല്പര്യം. അപ്പോൾ മാധവിക്കുട്ടിയുടെ ഈ രൂപമാറ്റം, വേഷമാറ്റം, അതിനേക്കാൾ ഉപരി സാഹിത്യകാരി എന്ന നിലയിലുള്ളവരുടെ സംസാരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എനിക്കിതാ മാധവിക്കുട്ടിയെക്കുറിച്ച് ബാലചന്ദ്രൻ്റെ പുസ്തകം ഈ മറ്റൊരു മുഖമായതുകൊണ്ട് എനിക്കറിയാം മാധവിക്കുട്ടി എന്ന വിശ്വപ്രശസ്തയായ സാഹിത്യകാരിയെ വിലയിരുത്തിക്കൊണ്ട് സംസാരം എന്നിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുകയില്ല. ബാലചന്ദ്രൻ അതൊന്നും ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുമില്ല. ഒലീനയുടെ പ്രസംഗത്തിലേക്ക് തമ്പാൽ സംസാരിച്ചതാണ്. മാധവിക്കുട്ടി ഒരു സാഹിത്യകാരി എന്ന നിലയിൽ ഞാനിവിടെ ഒലീന സംസാരിക്കുമ്പോഴാണ് ആലോചിച്ചത്, ഏറ്റവും നമ്മുടെ യുവതലമുറയെ ആകർഷിച്ച അവരുടെ ഒരു നോവൽ, എൻ്റെ കഥ നോവൽ മലയാള നാടിൽ അത് കണ്ടശ പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാനും വായിച്ചിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും മലയാള നാട് വരുമ്പോൾ പണ്ട് കൗമുദി ബാലകൃഷ്ണൻ്റെ വാരിക കാണാൻ കാത്തിരിക്കുന്നത് പോലെ എന്നെപ്പോലുള്ള ചെറുപ്പക്കാർ കാത്തിരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ വായിക്കാനുള്ള ആകാംക്ഷ എന്തുകൊണ്ടാണ് വർദ്ധിച്ചുകൊണ്ടിരുന്നത് എന്ന് ഒലീനയ്ക്ക് അറിയാം, വായിച്ചിട്ടുള്ളവർക്കും അറിയാം.
പക്ഷേ ഒന്നും ഞങ്ങൾക്കതിൽ വായിക്കാൻ കഴിഞ്ഞില്ല. ഈ ആളുകൾ വലിയ എസ് കെ നായർ വളരെ സൂത്രശാലി ആയതുകൊണ്ട് അദ്ദേഹം അടുത്ത ലക്കത്തെക്കുറിച്ച് കൊടുക്കുന്ന പരസ്യം കണ്ടാൽ ആളുകൾ പെട്ടെന്ന് ഓടിപ്പോയി ചുട്ടപ്പം പോലെ അത് വിറ്റ് ചെയ്യും. പണ്ട് ഞാനൊരു തമാശ പറയായിരുന്നു, ഞാനൊരു രാഷ്ട്രീയ യോഗത്തിൽ പറഞ്ഞതാണ്, ഈ അഡൽസ് ഒള്ളി സിനിമ കാണാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ചില കുട്ടികൾ ഭയങ്കര ഉന്തും തള്ളും സഹിച്ച് ടിക്കറ്റ് എടുത്ത് സിനിമ തിയേറ്ററിൽ കയറി. സിനിമ ഉടനീളം കണ്ടിട്ടും അഡൽസ് ഒള്ളി എന്ന പേരിന് ഈ പടം എങ്ങനെ അർഹമായി എന്ന് കുട്ടികൾക്കൊരു സംശയം. ഇറങ്ങി വന്നപ്പോൾ ഒരു വികൃതിയായൊരു ചെറുപ്പക്കാരൻ പത്രക്കാരൻ ചോദിച്ചു പറഞ്ഞു, അഡൽസ് ഒള്ളിയാണെന്ന് വിചാരിച്ച് ഉണ്ടും തള്ളും കെട്ടി പോയതാണ്, പക്ഷേ ഒരു കണങ്കാല് പോലും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെയാണ് മാധവിക്കുട്ടിയുടെ കഥ. എസ് കെ നായരുടെ പരസ്യം കണ്ട് വായിച്ചാൽ ആകെ അവരെ ഞാൻ വായിച്ചത് ഇപ്പോഴും ഓർമ്മിക്കുന്നു. സദാചാരത്തിൻ്റെ കരിമ്പടത്തിനുള്ളിൽ അല്ലേ, അതിനെക്കുറിച്ച് ഒരിയിലേക്ക് അത് ഓർക്കുന്നുണ്ടാവും ആ വാക്ക്. കരിമ്പടത്തിനുള്ളിൽ നമ്മുടെ ഈ സദാചാരം പറയുന്ന ആളുകൾ ഒരു കരിമ്പടത്തിനുള്ളിൽ കയറി നിന്ന് അവർ നടത്തുന്ന ആ സദാചാര പ്രസംഗങ്ങളുടെ പൊള്ളത്തരത്തെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ മാധവിക്കുട്ടി എന്ന സാഹിത്യകാരിയെ, കഥാകാരിയെ വളരെ വിശ്വപ്രശസ്തയായിട്ടുള്ള, ഇന്നിപ്പോൾ മലയാളത്തിലെ എഴുത്തുകാരിലിപ്പോൾ ശശി തരൂരിനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിനേക്കാളെല്ലാം പ്രശസ്തയായിട്ടുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലായിട്ടുള്ളത്. ശശി തരൂരൊക്കെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് എഴുതുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ മാധവിക്കുട്ടി ആ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രേമത്തിൻ്റെ പ്രണയത്തിൻ്റെ എല്ലാം കഥകൾ, അതെല്ലാം അതിമനോഹരമായിട്ടുള്ള കഥകളാണ്. അതാണ് ബാലേന്ദ്രൻ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത്. പൂത്തുലഞ്ഞു നിൽക്കുന്ന നീർമാതളത്തിൻ്റെ നിഴലിൽ അവരുമായി സംവദിക്കാൻ ബാലേന്ദ്രന് കിട്ടിയ അപൂർവമായ ഒരു സൗഭാഗ്യം അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നീർമാതളവും പൂത്തുലഞ്ഞു നിൽക്കുന്ന മാതളത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരും. നീർമാതളത്തിൻ്റെ എന്താണ് സൗരഭ്യം, പൂക്കളുടെ സൗന്ദര്യം, അതിൻ്റെ ഒരു എന്താണ് മാതളത്തിന് എന്താ പറയുക എന്നവരുടെ സാഹിത്യകാരൻ. മാതളം എത്ര രുചികരമാണെങ്കിലും അതിൻ്റെ ഒരു എന്താണ്, ഏത് വാക്കായിരിക്കും ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല, അതിൻ്റെ ഒരു ഭംഗി, ആ ഒരു ആസ്വാദനം നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള. ഇതിപ്പോൾ ഫോറസ്ട്രി ബോർഡിൻ്റെ രൂപീകരണം ബാലേന്ദ്രനൊക്കെ തുടങ്ങിയതാണ്. അവരതിൽ സഹകരിച്ചു, ആത്മാർത്ഥമായി സഹകരിച്ചു അതിനുവേണ്ടി. അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളമില്ലെങ്കിൽ അല്ലെങ്കിൽ കാടില്ലെങ്കിൽ കേരളമുണ്ടോ, അവരുടെ ആ മുദ്രാവാക്യം, ഈ ബോധിയാത്ര, അവരതിനു വേണ്ടി നടത്തിയ പ്രചരണങ്ങൾ, ആ യാത്രയിൽ അവർ സഹകരിച്ചു. അതെല്ലാം ഒരു പ്രകൃതി സ്നേഹിയുടെ, ഇപ്പോൾ മാധവിക്കുട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി പോരാട്ടം നടത്തിയ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവയിത്രി സുഗതകുമാരി ടീച്ചറാണ്. അതിനു മുമ്പ് ഇവർ ആരംഭിച്ചു. അതിനു മുമ്പ് മാധവിക്കുട്ടി ഈ ഫോറസ്ട്രി ബോർഡിലൂടെ നടത്തിയ പ്രവർത്തനങ്ങൾ, ബാലേന്ദ്രനുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് പിന്നീട് ഉള്ള ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ ഒരുപാട് അത്തരം തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞതൊന്നും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സഹപ്രവർത്തകരിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായത്. അതെപ്പോഴും അങ്ങനെയാണ്. അത് കരുതിയിരിക്കുക. നമ്മൾ ആരെങ്കിലും കാര്യമായി സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു തിക്താനുഭവം ജീവിത അവസാനത്തിന് മുമ്പ് ഉണ്ടാവും എന്ന് കരുതി വേണം സഹായിക്കുക. മന്നത്ത് പത്മനാഭൻ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരാൾ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ പ്രശംസിക്കുന്നു. ഞാൻ അവനൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താ അവൻ എന്നെ ഇങ്ങനെ പ്രശംസിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫോറസ്ട്രി ബോർഡിൻ്റെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അവർ ഫോറസ്ട്രി ബോർഡ് അവരെ അവസാനം മാറ്റുന്നു. അതുതന്നെ ബാലേന്ദ്രൻ അതിനകത്ത് നിന്ന് അവരെ വിമർശനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. പക്ഷെ അവസാനം അവരുമായിട്ടുള്ള സഹകരണവും ബന്ധവും ഒക്കെ പിരിയേണ്ടി വന്നത് വളരെ ദുഃഖത്തോടു കൂടി, വളരെ വ്യസനത്തോടു കൂടി ബാലേന്ദ്രൻ ഇതിൽ അനുസ്മരിക്കുന്നു. മാധവിക്കുട്ടിയുടെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകത, ഈ സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ സാഹിത്യകാരികളും വളരെ നിഷ്കളങ്കരായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഈ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ, അവർ പറഞ്ഞതുപോലെ മനസ്സിൽ ഒന്നും വെച്ചല്ല പ്രവർത്തിക്കുന്നത്, നിഷ്കളങ്കമായിട്ടുള്ള അവരുടെ പ്രവർത്തനത്തിൽ. അപ്പോൾ അവരുമായി സഹകരിക്കുകയും
അവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി സ്നേഹവും സഹകരണവും അവർ നൽകി. അവർക്ക് എതിർപ്പ് തോന്നിയാൽ, അതാണ് ഈ സ്നേഹം വാരിക്കോരി കൊടുക്കുന്നവർ, അവർക്ക് വിരോധം തോന്നിയാൽ അതുപോലുള്ള ശത്രുത അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അവസാനം ബാലചന്ദ്രന് ഫോറസ്ട്രി ബോർഡിൽ നിന്ന് പിരിയേണ്ടി വന്നു. അദ്ദേഹം KPCCയുടെ നേതൃത്വത്തിലാണ് ഈ ഫോറസ്ട്രി ബോർഡുണ്ട്. KPCCയിൽ നിന്നും അദ്ദേഹത്തിന് പുറത്ത് ഇറങ്ങേണ്ടി വന്നു. ആ ഫോറസ്ട്രി ബോർഡും KPCCയിലുള്ള അദ്ദേഹത്തിൻ്റെ പടിയിറക്കവും ഇല്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ബാലചന്ദ്രനെ BSSന്റെ ചെയർമാനായിട്ടല്ല മറ്റേതെങ്കിലും നിലകളിൽ രാഷ്ട്രീയ രംഗത്ത് ചിലപ്പോൾ വളരെ വളരെ ഉന്നതങ്ങളിൽ നമുക്ക് കാണാനിട വരുമായിരുന്നു. വിധി അതായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അവരെ ചാടിയെടുത്ത ഒരു അനീതിക്കെതിരെയുള്ള പോരാട്ടം, അതാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തി. അനീതിക്കെതിരായിട്ടുള്ള അവരുടെ പോരാട്ടം അവരെ കൊണ്ട് എത്തിച്ചത് എവിടെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവരെ നിർബന്ധിതരായി. സത്യത്തിൽ അന്ന് ഞാനും ബാലേന്ദ്രനൊക്കെ സംസാരിക്കുമായിരുന്നു. ബാലേന്ദ്രൻ ഞങ്ങളോടൊക്കെ പറഞ്ഞു, എന്താണ് അവരെ കാണിക്കുന്നതെന്ന് അറിയില്ല. എല്ലാവരും പറഞ്ഞു 5000 വോട്ടെങ്കിലും കിട്ടും എന്ന് ബാലേന്ദ്രൻ കണക്കൂട്ടി. വോട്ടെണ്ണി വന്നപ്പോൾ 1300 വോട്ടേ ഉള്ളൂ. OLV കുറുപ്പ് സാർ എൻ്റെ അധ്യാപകരാണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പുറത്താണല്ലോ, എൻ്റെ ഗുരുനാഥനാണ്. ഞാൻ അദ്ദേഹത്തിനെ എതിർത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ സംസാരിച്ചു. കുറേ കാലം അദ്ദേഹം എന്നോട് പിണങ്ങിയതാണ്. എന്നാലും ഞാൻ അയാളെ അക്ഷരം പഠിപ്പിച്ചതല്ലേ, അങ്ങനെ പറയാമോ? ഞാൻ സാറിനെ വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞില്ല, സാറിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. അവസാനം ഡോക്ടർ MM ബഷീർ തമ്പാനൊക്കെ ശ്രമിച്ചു, ഇടപെട്ടിട്ടാണ് ഒത്തുതീർപ്പുണ്ടാക്കി. പിന്നീടാണ് അദ്ദേഹം എന്നോട് സംസാരിക്കാൻ പോലും തയ്യാറായത്. അപ്പം അന്ന് സാറെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് എഴുത്തുകാർക്ക് സാഹിത്യകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയം ഞങ്ങൾക്ക് വിലക്കപ്പെട്ടതല്ല, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് മാധവക്കുട്ടിക്ക് നേരിട്ട് അത് അനുഭവപ്പെട്ടു. എന്നാലും അവർ മത്സരിക്കാനുള്ള ധീരത, തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ലേ, മത്സരിക്കാനുള്ള ഒരു ധീരത മാധവക്കുട്ടിയെപ്പോലെ ഒരാൾ കാണിച്ചു എന്ന് പറയുമ്പോൾ അവരെ എല്ലാ തരത്തിലുള്ള അനീതിയോടും വ്യവസ്ഥിതിയോടുള്ള അവരുടെ പ്രത്യേകമായിട്ടുള്ള ആ ഒരു അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയതാണ്. എന്തായാലും അവരുടെ ഈ മാധവക്കുട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെന്നോ തോറ്റുവെന്നോ എത്ര പേർക്കറിയാം? ഇന്നത്തെ തലമുറയ്ക്ക് ആർക്കും അറിയില്ല. അവർ ഈ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഇതുപോലെ പ്രവർത്തിച്ചു എന്നുള്ളത് എത്ര പേർക്കറിയാം? അതുകൊണ്ട് മാധവിക്കുട്ടി എന്ന മഹാസാഹിത്യകാരിയുടെ, വിശ്വപ്രശസ്തയായ സാഹിത്യകാരിയുടെ മറ്റൊരു മുഖം ബാലചന്ദ്രൻ എഴുതിയത് വളരെ നന്നായി. അവരെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ വിലയിരുത്തുന്നതിലൂടെ ശ്രീമതി ഒലീന പറഞ്ഞതുപോലെ ഓരോ പുസ്തകങ്ങളും നമുക്ക് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ പുസ്തകവും വാസ്തവത്തിൽ ബാലചന്ദ്രനാണെങ്കിൽ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും പറയും ഏറ്റവും അവസാനം എഴുതുന്ന രാമായണം അദ്ദേഹം ആദ്യം എഴുതി കഴിയും. ഇനിയിപ്പോൾ 100 പുസ്തകങ്ങൾ എഴുതാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമാണ് ഈ പുസ്തകങ്ങൾ. അതുകൊണ്ട് രാമായണത്തിന് പിന്നാലെ വീണ്ടും ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വരും. അതെല്ലാം വളരെ നല്ലതാണ്. നമുക്ക് സമൂഹത്തിനും വായനക്കാർക്കും അതെല്ലാം തീർച്ചയായിട്ടും, വായനക്കാർക്ക് ഓരോ ടേസ്റ്റാണ്, വായനക്കാരുടെ അഭിരുചി ഓരോന്നാണ്. മാധവിക്കുട്ടി എന്ന വിശ്വപ്രശസ്തയായ സാഹിത്യകാരിയുടെ മറ്റൊരു മുഖം സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇത്തരം ഒരു പുസ്തകം രചിച്ച ബാലചന്ദ്രനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാനും മാധവിക്കുട്ടിയെ ഓർമ്മിക്കാനും അവസരം കിട്ടിയതിലുള്ള എൻ്റെ പ്രത്യേകമായ ചാരിതാർത്ഥ്യം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം.